ഹലോ മക്കളെ, കീമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇത് കുറേ കുട്ടികൾ ഇത് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഇതുവരെ ഒന്നും പഠിക്കാതെ ഒരു നിവൃത്തിയില്ലാത്ത വളരെ പാവപ്പെട്ടവർക്ക് ജീവിച്ചു പോകാൻ വേണ്ടിയുള്ള മാത്രമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നിങ്ങളുടെ സിലബസാണ്. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ് ഫസ്റ്റ്. നീഡ് ഫോർ മെഷർമെൻറ്റ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, SI യൂണിറ്റ്സ്, ഫണ്ടമെൻ്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി തന്നിട്ട് അതിൻ്റെ യൂണിറ്റ്സ് ചോദിക്കാം. അപ്പോൾ ഈ സാധാരണ ഇപ്പോൾ എന്താണ് യൂണിറ്റ്സ് ചോദിക്കുന്നത്? ഇപ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, പിന്നെ സ്റ്റീഫൻസ് കോൺസ്റ്റൻറ്റ്, തേർമൽ കണ്ടക്ടിവിറ്റി, പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെയാണ് യൂണിറ്റ്സും അതുപോലെ തന്നെ ഡയമെൻഷൻസും ചോദിക്കാറ്. ഈ ഡയമെൻഷൻസ് ചോദിക്കുമ്പോൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ചോദിക്കാം, അതല്ലെങ്കിൽ സ്റ്റീഫൻസ് കോൺസ്റ്റൻറ്റ് ചോദിക്കാം, പിന്നെ തെർമൽ കണ്ടക്ടിവിറ്റി ചോദിക്കാം, പിന്നെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് ചോദിക്കാം. അപ്പോൾ എന്തിൻ്റെയും നിങ്ങൾ യൂണിറ്റോ അതല്ലെങ്കിൽ ഡയമെൻഷനോ ചോദിച്ചാൽ ആ ക്വാണ്ടിറ്റി വരുന്ന എന്തെങ്കിലും ഒരു ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഫോർമുലയിൽ നിന്ന് നിങ്ങൾക്ക് ഈ യൂണിറ്റോ ഡയമെൻഷനോ കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഫോർമുല നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ഇപ്പോൾ യൂണിറ്റ് അല്ലെങ്കിൽ ഡയമെൻഷൻ കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റി ഉള്ള ഒന്നിൽ കൂടുതൽ ഫോർമുല ഉണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡയമെൻഷൻ അല്ലെങ്കിൽ യൂണിറ്റ് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, പിന്നെ ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. പിന്നെ നിങ്ങൾ അറിയേണ്ടത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, മെഷേർഡ് ക്വാണ്ടിറ്റീസിന് മാത്രമേ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൗണ്ട് ചെയ്യുള്ളൂ. കോൺസ്റ്റൻസിന് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൗണ്ട് ചെയ്യില്ല എന്നർത്ഥം. അതേപോലെ തന്നെ നമ്മൾ രണ്ടോ മൂന്നോ ഫാക്ടേഴ്സ് തന്നിട്ട് നമ്മൾ ഈ ആൻസർ കാണുന്ന മൾട്ടിപ്ലൈ ചെയ്തിട്ടോ ഡിവൈഡ് ചെയ്തിട്ടോ ആണെങ്കിൽ ആൻസർ ഷുഡ് കണ്ടെയ്ൻ മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണ്. ഇനി അഡീഷനോ സബ്ട്രാക്ഷനോ ആണെങ്കിൽ അവിടെ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് അല്ല നോക്കുക, ഡെസിമൽ പ്ലേസസ് ആണ് നോക്കുക. ആൻസർ ഷുഡ് കണ്ടെയ്ൻ മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് എന്നാണ്. പിന്നെയുള്ളത് നമ്മൾ അടുത്തത് എന്താണെന്നറിയോ, കൈനമാറ്റിക്സ് ആണ്. കൈനമാറ്റിക്സിൽ മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈൻ, അവിടെ നിങ്ങൾ പൊസിഷൻ, ടൈം ഗ്രാഫ്, സ്പീഡ്, വെലോസിറ്റി, യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം മോഷൻ, ആവറേജ് സ്പീഡ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഇവിടെ നമ്മൾ അതാവേണ്ടത് ഒരു ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിലിപ്പോൾ നമ്മൾ ഈ മെക്കാനിക്സിൽ ആദ്യം പറയുന്ന ക്വാണ്ടിറ്റി വൈ ആക്സിസിലും രണ്ടാമത് പറയുന്ന ക്വാണ്ടിറ്റി എക്സ് ആക്സിസിലും ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൊസിഷൻ ടൈം ഗ്രാഫ് പറഞ്ഞാൽ പൊസിഷൻ വൈ ആക്സിസിൽ, ടൈം എക്സ് ആക്സിസിൽ. മെക്കാനിക്സിലെ കാര്യമാണ് പറയുന്നത്, എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. മെക്കാനിക്സിൽ അതായത് നമ്മൾ ഈ മോഷൻ റിലേറ്റഡ് ടോപ്പിക് ഉണ്ടല്ലോ അവിടെ അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് പറഞ്ഞാൽ വെലോസിറ്റി വൈ ആക്സിസിൽ, ടൈം എക്സ് ആക്സിസിൽ. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി വൈ ആക്സിസിൽ, ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആക്സിൽ, അങ്ങനെയാണ്. അപ്പോൾ ഒരു ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുണ്ടാവുക. ഒന്ന്, ആ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ എന്ത് കിട്ടും? ഏരിയ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക വൈ ഇൻറ്റു എക്സാ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി എലോങ് ദ വൈ ആക്സിസ് ഇൻറ്റു ക്വാണ്ടിറ്റി എലോങ് ദി എക്സ് ആക്സിസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെലോസിറ്റി ടൈം ഗ്രാഫ്, അതിൻ്റെ ഏരിയ കണ്ടാൽ എന്താ കിട്ടുക? വെലോസിറ്റി ഇൻറ്റു ടൈം, ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഫോഴ്സ് ടൈം ഗ്രാഫ്, അതിൻ്റെ ഏരിയ കണ്ടാൽ എന്താ കിട്ടുക? ഫോഴ്സ് ഇൻറ്റു ടൈം. അത് ഇമ്പൾസ് ആണ്, അതല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻ്റ്. അങ്ങനെ ഇനി രണ്ടാമത് ഒരു ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുണ്ടാവുക ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ എന്ത് കിട്ടുന്ന? അത് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്നാണ്. ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി അലോങ് വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി അലോങ് എക്സ് ആക്സിസ്. ഇപ്പോൾ മൊമെൻറ്റം ടൈം ഗ്രാഫാണ് വിചാരിക്കുക, അതിൻ്റെ സ്ലോപ്പ് കണ്ടാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ചേഞ്ച് ഇൻ ടൈം, അതായത് ഫോഴ്സ് ആണത്. ഓക്കെ, ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, അത് ആക്സിലറേഷൻ ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനിയിപ്പോൾ എന്താണെന്നോ, ഇപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ എന്ത് കിട്ടും? അപ്പോൾ അവിടെ എന്താ വരിക? പൊസിഷൻ ഇൻറ്റു ടൈം എന്നാണ്. പൊസിഷൻ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എനി ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിന് മാത്രമേ കോൺസ്റ്റൻറ്റ് സ്ലോപ്പ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ച് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റൻറ്റാണ്. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ വരിക? ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ടൈം, അത് വെലോസിറ്റിയാണ്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, മനസ്സിലാക്കണം. ഈ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നോക്കൂ, ഇത് പോസിറ്റീവ് സ്ലോപ്പാണ്, അത് കോൺസ്റ്റൻ്റാണ്. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ വരികയാണെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവാണ്, അത് കോൺസ്റ്റൻ്റാണ്. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണെന്നറിയോ, നോക്കൂ, ഇത് ഇങ്ങനെയാണെങ്കിൽ അത് സീറോ സ്ലോപ്പാണ്.
കാരണം ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഈ ലൈന് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. ഓക്കെ, അവിടെ നമ്മൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ എന്നാണ് കേട്ടോ. സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ, റൈറ്റ്. തീറ്റ കൂടുമ്പോൾ സൈൻ തീറ്റ, സീക്കൻ തീറ്റ, ടാൻ തീറ്റ ഇതൊക്കെ കൂടും. സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോസ് തീറ്റയും കൊസീക്കൻ തീറ്റയും കോട്ട് തീറ്റയും കുറയും. ഓക്കെ, അപ്പോൾ തീറ്റ കൂടുമ്പോൾ ടാൻ തീറ്റ കൂടുക ചെയ്യുക, സ്ലോപ്പ് കൂടുക ചെയ്യുക. അപ്പോൾ നോക്കൂ, ഇതിപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ആണെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന പൊസിഷൻ വൈ ആക്സിസിലും രണ്ടാമത് പറയുന്ന ടൈം എക്സ് ആക്സിസിലുമാണ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് വിചാരിച്ചു, ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് നോക്കൂ, ഇത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടോ, ഇങ്ങനെ കൂടി വരികയാണ്, ആംഗിൾ കൂടി വരിക. അപ്പോൾ തീറ്റ കൂടുന്നു, ടാൻ തീറ്റ കൂടുന്നു എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കൂടുന്നു. ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. വെലോസിറ്റി കൂടുന്നു പറഞ്ഞാൽ ആക്സിലറേറ്റ് ചെയ്യുന്നു. അതായത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാവും. ഇത് പാരബോളയാണ്, മനസ്സിലായില്ല? അതൊക്കെയാണ് നിങ്ങൾ ഗ്രാഫിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. പിന്നെ അവർ പറയുന്നത് എന്താണെന്നറിയോ? പിന്നെ പറയുന്നത് നമ്മൾ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റിയാണ്. ഈ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റിയിൽ സാധാരണ നമ്മൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ? രണ്ട് വിധത്തിൽ. ഇപ്പോൾ ആകെ 6 മണിക്കൂർ ട്രാവൽ ചെയ്യണം, 6 hours. അതിൽ 2 മണിക്കൂർ ഒരു സ്പീഡിലാണ്, V1 സ്പീഡിലാണ്. ഓക്കെ, അടുത്ത 2 മണിക്കൂർ V2 സ്പീഡിലാണ്, അടുത്ത 2 മണിക്കൂർ V3 സ്പീഡിലാണ്. അതായത് ടൈമിനെ ഡിവൈഡ് ചെയ്തു എന്നർത്ഥം. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, V ആവറേജ് ഈക്വൽ ടു V1 + V2 + V3/3. ഇതിന് നമ്മൾ പറയുക അരിത്തമെറ്റിക് മീൻ എന്നാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഇതെന്താ, ഇവിടെ നമ്മൾ ടോട്ടൽ ടൈമാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ടൈം ഡിവൈഡഡ്, ടൈം ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ ഇൻറ്റർവൽസ്. അപ്പോൾ അരിത്തമെറ്റിക് മീനാണ്. ഇനി അതിന് പകരം ഇപ്പോൾ ഒരു 60 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അതിൽ ഫസ്റ്റ് 20 കിലോമീറ്റർ അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് V1, അടുത്ത 20 മറ്റൊരു സ്പീഡ് V2, അടുത്ത 20 മറ്റൊരു സ്പീഡ് V3. അങ്ങനെ ഡിസ്റ്റൻസിന് ഡിവൈഡ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ V ആവറേജ് ഈക്വൽ ടു ചെയ്യേണ്ടത് എന്താണെന്നറിയോ? പിന്നെ അപ്പോൾ ഈ V ആവറേജ് ഇങ്ങനെ ഇതാവുന്നതിനേക്കാൾ നല്ലത് എന്താണെന്നറിയോ? ഞാൻ പറയാം, നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ എപ്പോഴും 3/V ആവറേജ് നോക്കൂ. ഡിസ്റ്റൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ കേട്ടോ, 1/V1 + 1/V2 + 1/V3. ഇനിയിപ്പോൾ 3 ഇൻ്റർവെലിന് പകരം ഇവിടെ ഡിസ്റ്റൻസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഡിസ്റ്റൻസ് ഡിവൈഡഡ്. ഓക്കെ, സ്പെല്ലിംഗ് ഒന്നും ഉണ്ടാവണമെന്നില്ല കേട്ടോ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, കാരണം തിരക്കിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ടൈമിന് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഇൻ്റർവലേ ഉള്ളെങ്കിൽ V1 + V2/2 എന്ന് വരും. ഓക്കെ, അതുപോലെ ഈ ആകെയുള്ള ഡിസ്റ്റൻസിനെ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/V ആവറേജ് ഈക്വൽ 1/V1 + 1/V2 + 1/V3 എന്നാണ് വരിക. ഓക്കെ, ഇത് നമുക്ക് 2 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ V ആവറേജ് ഇതിനെ ഈ സാധനത്തിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 2 എണ്ണേ ഉള്ളൂ കേട്ടോ. 2 എണ്ണം ആണെങ്കിൽ എങ്ങനെ വരും എന്നറിയോ? 2 എണ്ണം ആണെങ്കിൽ വരുന്നത് 2V1 V2/V1 + V2 എന്നാണ് 2 എണ്ണം ആകുമ്പോൾ. ഇനി 3 എണ്ണം ആകുമ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക എന്നറിയോ? V ആവറേജ് ഈക്വൽ ടു പിന്നെന്താ 3V1 V2 V3. ഓക്കെ, ഡിവൈഡഡ് ബൈ V1 പിന്നെന്താ + V2 V1 + V2 ഓക്കെ + V3 എന്ന് വരുമോ? എന്ന് വരില്ല. കാരണം മേലെ എന്താ V1 × V2 × V3 എന്ന് പറഞ്ഞാൽ അവിടെ സ്പീഡ് ക്യൂബായി, നമുക്ക് കിട്ടേണ്ടത് സ്പീഡാണ്. അപ്പോൾ സ്പീഡ് ക്യൂബാണ് മേലെങ്കിൽ സ്പീഡ് സ്ക്വയർ താഴെ വരണം. അതായത് ഇങ്ങനെയല്ല വരിക, ഇവിടെ വരിക V1 V2 + V2 V3 + V3 V1 അങ്ങനെ വരിക. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ ഈ ആവറേജ് സ്പീഡിൽ അറിയേണ്ട ഒരു കാര്യം. അതിൽ ഇങ്ങനെ 2 വിധത്തിലാണ് ആവറേജ് സ്പീഡ് ചോദിക്കുക. അതിൽ ആക്സിലറേറ്റഡ് മോഷൻ, വെലോസിറ്റി ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്, റിലേഷൻ ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഈ റിലേഷൻ ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്കറിയാം എന്താ. പിന്നെ ഇപ്പോൾ V ഈക്വൽ ടു U + AT ഇത് എന്താ. അതുപോലെ V² ഈക്വൽ ടു എന്താ U² + 2AS. ഓക്കെ, പിന്നെന്താ, പിന്നെ നമുക്ക് S ഈസ് ഈക്വൽ ടു UT + ½ AT². ഓക്കെ, ½ AT². അതിൽ ഇതെല്ലാം ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ശ്രദ്ധിക്കണം കേട്ടോ, ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ മാത്രം. വേരിയബിൾ ആക്സിലറേഷൻ ആണെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യില്ല, മനസ്സിലായില്ലേ? പക്ഷേ ആക്സിലറേഷൻ 0 ആകുമ്പോൾ പറ്റും. ആക്സിലറേഷൻ 0 ആകുമ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണല്ലോ, 0 ആണെന്നല്ലേ ഉള്ളൂ, കോൺസ്റ്റൻ്റ് ആണ്. അവിടെയും നമുക്കിത് പറ്റും. പിന്നെ ഇവിടെ ഉള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ്, S വിത്ത് സഫിക്സ് n ഈക്വൽ ടു U +
പിന്നെന്താ a/2 ഇൻറ്റു 2n-1 എന്നിന് പകരം 5 എന്ന് കൊടുത്താൽ 5ാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഇവിടെ ടിക്ക് പകരം 5 കൊടുത്തു കഴിഞ്ഞാൽ 5 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടുക. ഓക്കെ, പിന്നെ വേറെ ഒരു കാര്യം എന്താണോ, ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു എന്താ ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ഡിവൈഡഡ് ബൈ 2 ഓക്കെ ഇൻറ്റു ടി. ഇതും ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഇതെല്ലാം ഉപയോഗിക്കാം. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഒന്നും നോക്കണ്ട, ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അത് പിന്നെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, പിന്നെ എന്താ എലിമെൻ്ററി ഐഡിയാസ് ഓഫ് ഡിഫറൻഷിയേഷൻ ഇൻറ്റഗ്രേഷൻ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതായത് നമ്മൾ പിന്നെ അത് ആക്സലേഷൻ കോൺസ്റ്റൻ്റ് ആവണമെന്നില്ല, എവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ dx/dt ആണ്. ആ എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷനാണ്. അല്ലെങ്കിൽ ds/dt ആണ്, അതിൽ എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്. അതേപോലെ തന്നെ ആക്സിലറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ dv/dt ആണ്. ഓക്കെ, dv/dt. ഇനി ഈ ആക്സലറേഷന് മറ്റൊരു ഫോമും കൂടെ ഉണ്ട്, v ഇൻറ്റു dv/dx. ആ എക്സ് പൊസിഷനാണ്. ഇനി അല്ലെങ്കിൽ എന്താ, നമുക്ക് ആ എക്സ് പൊസിഷൻ എന്നുള്ളതിന് പകരം എന്താ dv/ds ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലും പറ്റും. ഓക്കെ, ഇതൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും പറ്റും. മനസ്സിലായില്ലേ? അതായത് ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആവണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തത് പിന്നെ എന്താ പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ വെക്ടേഴ്സാണ്. എലിമെൻ്ററി കൺസെപ്റ്റ്സ് ഓഫ് ഡിഫറൻഷിയേഷൻ ഇൻറ്റഗ്രേഷൻ ആയിക്കോട്ടെ, സ്കേലാർസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. പിന്നെ ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയാം, വരാൻ സാധ്യതയുള്ള ഇത് ഇപ്പോൾ പെയർ ഓഫ് ക്വാണ്ടിറ്റീസ് തരും വിത്ത് സെയിം ഡയമെൻഷന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വർക്കിനും ടോർക്കിനും ഒരേ ഡയമെൻഷനാണ്, എനർജിക്കും അത് തന്നെയാണ് ഡയമെൻഷൻ. അപ്പോൾ അതിൽ കുറേ പെയർ തന്നിട്ട് അതിനകത്ത് ഒരേ ഡയമെൻഷൻ അല്ലാത്ത പെയർ ഏതാ, അത് എന്താ പറയുക നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇനി നമ്മൾ വെക്ടേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പൊസിഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, ജനറൽ വെക്ടേഴ്സ്, നൊട്ടേഷൻ, പിന്നെ ഇക്വാളിറ്റി ഓഫ് വെക്ടേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് ബൈ എ റിയൽ നമ്പർ, പിന്നെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ്, പിന്നെ യൂണിറ്റ് വെക്ടർ, റെസൊല്യൂഷൻ ഇൻ എ പ്ലെയിൻ, റെക്ടാങ്കുലർ കമ്പോണൻസ്, സ്കേലാർ ആൻഡ് വെക്ടർ പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്. സ്കേലാർ ആൻഡ് വെക്ടർ പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ് പറഞ്ഞാൽ അതായത് ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും ഉണ്ട്. മനസ്സിലായില്ലേ? അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, അവിടെ നിങ്ങൾ അറിയേണ്ടത് എന്താണെന്നറിയോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ അതിൽ എന്താ യൂണിറ്റ് വെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 0.3 i ഓക്കെ പ്ലസ് 0.4j ഓക്കെ പ്ലസ് CK ഓക്കെ ഇങ്ങനെ തന്നു എന്ന് വിചാരിക്കാം. CK അതിൽ ദിസ് ഈസ് എ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് C ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെന്നാ. മാഗ്നിറ്റ്യൂഡ് എന്താ 0.3² പിന്നെന്താ 0.4² പ്ലസ് C². ഓക്കെ, ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ, റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1 ആണ്. മനസ്സിലായില്ലേ? റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാലും 1 തന്നെയല്ലേ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയാം. അവിടെ നിന്ന് ആ C എത്രയാണെന്നുള്ളത് ചോദിക്കും. അതാണ് നിങ്ങൾക്ക് എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം. പിന്നെ ഇതിനകത്ത് എന്താ അറിയോ, നമ്മൾ എന്താ ഈ വെക്ടേഴ്സ് തന്നിട്ട് 2 വെക്ടേഴ്സ് തരും. 2 വെക്ടേഴ്സ് തന്നിട്ട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഓക്കെ, അതിൽ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ 2i ഓക്കെ പ്ലസ് 3j ഓക്കെ പ്ലസ് 5k ഓക്കെ പിന്നെ -3i minus 6j plus ak. അതിൽ ദീസ് 2 വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ? 2 വെക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എയുടെ വാല്യൂ എത്രയാണ്? അപ്പോൾ ഇത് ഡോട്ട് പ്രോഡക്റ്റ് കാണാം. ഇപ്പോൾ ഇത് വെക്ടർ പി വിചാരിച്ചോളൂ, ഇത് വെക്ടർ ക്യൂ എന്ന് വിചാരിച്ചോ. അപ്പോൾ 2 വെക്ടർ പെർപെൻഡിക്കുലർ ആകുമ്പോൾ അതിലെന്താ p dot q equal to 0 if p and q are perpendicular and p cross q equal to 0 if p and q are parallel. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ, അതായത് നമ്മൾ എന്താ ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ, അതല്ലെങ്കിൽ എന്താ പറയുക സ്കേലാർ പ്രോഡക്റ്റ് കാണാൻ എളുപ്പമാണ്. അതിൽ സ്കേലാർ പ്രോഡക്റ്റ് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ കറസ്പോണ്ടിങ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇപ്പോൾ പിയും ക്യൂവും പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. അപ്പോൾ നമ്മൾ 2 × -3 എന്താ -6, പിന്നെ 3 × -6 എന്താ -18
ഓക്കെ. പിന്നെ അടുത്ത എന്താ 5a + 5a ദിസ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ് 0 എന്ന് പറഞ്ഞാൽ. അതിൽ 18 6 24 വരും. ഓക്കെ. അപ്പോൾ 5a ഈക്വൽ ടു 24 എന്ന് വരും. ഓക്കെ. അപ്പോൾ a ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 5 എന്നാ. അതിന് നിങ്ങൾക്ക് 48/10 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ 4.8 അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് അതിനകത്ത് പിന്നെ ക്രോസ് പ്രോഡക്റ്റ്. ഈ ക്രോസ് പ്രോഡക്റ്റ് 0 ആകുമ്പോൾ രണ്ട് വെക്ടേഴ്സ് പാരലൽ. പക്ഷേ ഈ രണ്ട് വെക്ടേഴ്സ് പാരലൽ ആകുമ്പോൾ ഈ കറസ്പോണ്ടിങ് കമ്പോണൻസിൻ്റെ റേഷ്യോ സെയിം ആവുന്ന. അപ്പോൾ ഇത് രണ്ടും പാരലാണ് വിചാരിക്കുക. ഈ രണ്ട് വെക്ടറും പാരലാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്താണെന്നറിയോ, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇതിന് പാരലൽ ആവണമെങ്കിൽ എന്താണെന്നറിയോ, ഇതിൻ്റെ റേഷ്യോ സെയിം ആവണം. അതായത് ഈ എക്സ് കമ്പോണൻറ്റിൻ്റെ റേഷ്യോ തന്നെ ആവണം വൈ കമ്പോണൻറ്റിൻ്റെ റേഷ്യോ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നോക്കൂ 3/-6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണോ -4 വരണമായിരുന്നു. കാരണം ഇവിടെ 3യുടെ -2 ടൈംസ് ആണ് ഇത്. അപ്പോൾ ഇവിടെ 2ൻ്റെ -2 ടൈംസ് -4 വരണമായിരുന്നു ഇവിടെ. അങ്ങനെയാണ് പാരലൽ ആണെങ്കിൽ വരിക. കറസ്പോണ്ടിങ് കമ്പോണൻസിൻ്റെ റേഷ്യോ സെയിം ആവും. ഓക്കെ. അതിൽ ഒരു കാര്യം പിന്നെ നിങ്ങൾ ഈ വെക്ടേഴ്സിൽ നിങ്ങൾ അറിയേണ്ടത് എന്താണെന്നറിയോ, നോക്കൂ. ഇപ്പോൾ സപ്പോസ് എ ആൻഡ് ബി റെപ്രസെൻറ്റ് ദ 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ½ ഇൻറ്റു മോഡ്യുലസ് എ ക്രോസ് ബി പറയാം. മോഡ്യുലസ് എ ക്രോസ് ബി. ഓക്കെ. ഇത് ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് കേട്ടോ, ട്രയാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ. അതുപോലെ പാരലലോഗ്രാമിൻ്റെ ഏരിയ. ഓക്കെ. പാരലലോഗ്രാം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലലോഗ്രാം ഏരിയ ഈക്വൽ ടു എന്താ, മോഡുലസ് ഓഫ് എ ക്രോസ് ബി, വേർ എ ആൻഡ് ബി ആർ 2 അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം. ഓക്കെ. പാരലലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആണ്. റൈറ്റ്. പിന്നെ ഇവിടെ നിങ്ങൾ പിന്നെ അറിയേണ്ടത് എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മൾ രണ്ട് വെക്ടേഴ്സിൻ്റെ വെക്ടേഴ്സ് പി ആൻഡ് ക്യൂ. അപ്പോൾ ആ രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടിൻ്റെ R ഈക്വൽ ടു നിങ്ങൾക്കറിയാം. എന്താ റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു കഴിഞ്ഞാൽ p² + q² പിന്നെന്താ + 2pq cos θ. ഓക്കെ. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടാൽ മതിയാവില്ല, ഡിറക്ഷനും കാണണം. ഈ ഡിറക്ഷൻ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്നറിയോ, ഡിറക്ഷൻ പറഞ്ഞാൽ tan α ഈക്വൽ ടു ഈ പിയും ക്യൂവും രണ്ട് വെക്ടേഴ്സ് തന്നിട്ടേ നമ്മളോട് റിസൾട്ടൻ്റ് കാണാൻ പറയുള്ളൂ. അപ്പോൾ പിയുടെ ഡിറക്ഷൻ നമുക്കറിയാം. പിയുടെ ഡിറക്ഷൻ അറിയാം. ആ പി ആയിട്ട് റിസൾട്ടൻ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടാൽ മതി. പി ആയിട്ട് റിസൾട്ടൻ്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആൽഫ. അതിൻ്റെ എക്സ്പ്രഷനിൽ പി ഒരു തവണയേ വരുള്ളൂ. പി ഒറ്റ തവണ, അത് ഡിനോമിനേറ്ററില്ല. ഓക്കെ. ഇതെന്താ q sin θ ഡിവൈഡ് ബൈ q cos θ. ഇനി ഇതിൽ സൈൻ തീറ്റയാണോ കോസ് തീറ്റയാണോ മേലേന്ന് സംശയിക്കരുത്. കാരണം ഇത് ടാൻ ആണ്, ടാൻ ആൽഫ എന്നാ. ടാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സൈൻ ബൈ കോസാ. അപ്പോൾ എങ്ങനെ വന്നാലും സൈന് മേലെ വരുള്ളൂ, എന്താ കോസ് താഴെ വരുള്ളൂ. ഓക്കെ. ഇനി ഇതിനകത്ത് ഈ വെക്ടറിൻ്റെ റിസൾട്ടൻറ്റിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് നോക്കൂ, ഇപ്പോൾ നമുക്ക് ഇത് വെക്ടർ പി ആണ്. ഓക്കെ. ദിസ് ഈസ് അനദർ വെക്ടർ ബട്ട് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം ആസ് പി. വി ഹാവ് 2 വെക്ടേഴ്സ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ്. ഓക്കെ. ദീസ് 2 വെക്ടേഴ്സ് ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. രണ്ട് വെക്ടേഴ്സിൻ്റെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2p cos θ/2 എന്നാണ് കേട്ടോ. 2p cos θ/2. ഇതെന്തായാലും നിങ്ങൾക്ക് ഉപയോഗം വരും. അതുപോലെ വെക്ടർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ 2p sin θ/2 എന്നാ. 2p sin θ/2. ഓക്കെ. 2p cos θ/2 ആൻഡ് 2p sin θ/2. പിന്നെ രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദം? ആ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡിഗ്രിയാണ് കേട്ടോ. അത് നോക്കൂ, ഈ രണ്ട് വെക്ടേഴ്സ് പി ആ റിസൾട്ടൻറ്റും പി തന്നെ. ഓക്കെ. അപ്പോൾ ഈ പിയും കട്ടാവും. cos θ/2 ഈക്വൽ ടു ½ എന്ന് കിട്ടും. അപ്പോൾ θ/2 60 ആണ്, θ 120 ഡിഗ്രിയാണ്. അത് ഒരു കാര്യം മനസ്സിലായില്ലേ? പിന്നെ വെക്ടർ പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്, സ്കേലാർ ആൻഡ് വെക്ടർ പ്രോഡക്റ്റ്. ഓക്കെ. അത് കഴിഞ്ഞു. പിന്നെ എന്താണെന്നറിയോ, പിന്നെ വേണ്ടത് യൂണിഫോം വെലോസിറ്റി ആൻഡ് യൂണിഫോം കേസസ് ഓഫ് യൂണിഫോം വെലോസിറ്റി ആൻഡ് യൂണിഫോം ആക്സലറേഷൻ ഇൻ എ പ്ലെയിന്. അതായത് പ്രൊജക്റ്റൈൽ മോഷൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാം. പ്രൊജക്റ്റൈൽ മോഷനിൽ പിന്നെ ഒറ്റ ആക്സലറേഷനേ ഉള്ളൂ. അതെന്താണെന്നറിയോ, അത് വെർട്ടിക്കലായിട്ട് മാത്രമല്ല പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ബോഡി ഒരേ സമയം മൂവ് ചെയ്യുക. പക്ഷേ ഈ ഹൊറിസോണ്ടൽ മോഷൻ ആൻഡ് വെർട്ടിക്കൽ മോഷൻ ആർ ഫിസിക്കലി ഇൻഡിപെൻഡൻ്റ് എന്നാണ്. ഹൊറിസോണ്ടൽ മോഷൻ അതിൻ്റെ വഴിക്ക് അങ്ങ് നടക്കും. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി വെർട്ടിക്കൽ മോഷൻ. വെർട്ടിക്കൽ മോഷൻ നിങ്ങൾ നോക്കണ്ട. 1 ഡയമെൻഷണൽ മോഷനിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ അതൊക്കെ ഹൊറിസോണ്ടൽ മോഷൻ അപ്ലൈ ചെയ്യുക. വെർട്ടിക്കൽ മോഷൻ വേറെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നോക്കൂ,
നമ്മൾ ഇതാ ഒരു ബോഡി ഞാൻ ഇങ്ങനെ എറിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. അപ്പോൾ അതിനെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കാം. യു കോസ് തീറ്റ ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഓക്കെ, യു സൈൻ തീറ്റ ഇതാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് ആക്സിലറേഷൻ ഇല്ല, ഇവിടെ വെർട്ടിക്കലായിട്ട് ആക്സിലറേഷൻ ഉണ്ട്. അത് ജി ആണ്, അത് താഴേക്കാണ്. യു സൈൻ തീറ്റ എന്നുള്ളത് മേലോട്ടാണ്. ഓക്കെ, ഇത് പിന്നെ ഹൊറിസോണ്ടലാണ്, അപ്പോൾ റൈറ്റിലോട്ടാണ് ഈ യു കോസ് തീറ്റ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഹാഫ് എ ടി സ്ക്വയർ ഇവിടെ 0 ആവും. അപ്പോൾ എന്താ വരിക? യു കോസ് തീറ്റ ഇൻറ്റു ടി എന്ന് വരും. ഇവിടെ വേർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതിൽ യു സൈൻ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ജി ബൈ 2 ടി സ്ക്വയർ എന്നാ വരിക. മൈനസ് ജി ബൈ 2 ടി സ്ക്വയർ. ഇതാ യു സൈൻ തീറ്റ ടി മൈനസ് ജി ബൈ 2 ടി സ്ക്വയർ. അപ്പോൾ ഏത് സമയത്ത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണണോ ഇതാ, ഏത് സമയത്ത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണണോ ഇതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ പ്രൊജക്ടൈലിൽ പിന്നെ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്താ? ടൈം ഓഫ് ഫ്ലൈറ്റ്, പിന്നെ ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്. അതിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2u സൈൻ തീറ്റ. ഓക്കെ, ഡിവൈഡഡ് ബൈ ജി ആണ്. ഓക്കെ, പിന്നെ എന്താ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ആണ്. പിന്നെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ? യു സ്ക്വയർ പിന്നെയോ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി ആണ്. ഓക്കെ, അതിൽ ഈ റേഞ്ച് മാക്സിമം ആവുന്നത് തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി ആവുമ്പോൾ എന്താ? റേഞ്ച് മാക്സിമം ആണ്, അതറിയണം. ഓക്കെ, ആ മാക്സിമം റേഞ്ച് ആർ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ആണ്, യു സ്ക്വയർ ബൈ ജി. ഓക്കെ, പിന്നെ നിങ്ങൾ അറിയേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ഫോർ എ ഗിവൺ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ, ഓക്കെ, ഇപ്പം നമ്മൾ തീറ്റായിൽ എറിഞ്ഞാലും ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ എറിയുന്നത്, തീറ്റായിൽ എറിഞ്ഞാലും 90 മൈനസ് തീറ്റായിൽ എറിഞ്ഞാലും ഒരേ റേഞ്ചാണ്. നോക്കൂ, തീറ്റായിൽ എറിഞ്ഞാലും 90 മൈനസ് തീറ്റായിൽ എറിഞ്ഞാലും ഒരേ റേഞ്ചാണ്. റേഞ്ച് മാത്രമേ സെയിം ആവൂ. ടൈം ഓഫ് ഫ്ലൈറ്റും ഹൈറ്റും ഡിഫറെൻറ്റാണ്. അതിൽ ഈ തീറ്റായിൽ എറിയുമ്പോൾ ഹൈറ്റ് മാക്സിമം ഹൈറ്റ് h1 വിചാരിച്ചോ, 90 മൈനസ് തീറ്റായിൽ എറിയുമ്പോൾ മാക്സിമം ഹൈറ്റ് h2 വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ ഇവിടെ റേഞ്ച് രണ്ട് കേസിലും സെയിം ആണ്. ആർ ഈക്വൽ ടു എന്താ? 4 റൂട്ട് h1 h2 എന്നാണ് കേട്ടോ, 4 റൂട്ട് h1 h2. ഓക്കെ, അതേപോലെ തന്നെ ഈ എന്താ ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് T1 വിചാരിച്ചോ, ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് T2 വിചാരിച്ചോ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു റേഞ്ചാണ് g/2 പിന്നെന്താ T1 T2. ഓക്കെ, തീറ്റായാലും 90 മൈനസ് തീറ്റായാലും എറിയുമ്പോൾ പിന്നെ നമുക്ക് എന്താ? റേഞ്ച് സെയിം ആണ്, ടൈം ഓഫ് ഫ്ലൈറ്റും മാക്സിമം ഹൈറ്റും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, പിന്നെ അതൊക്കെയാണ് നിങ്ങൾ അതിനകത്ത് അറിയേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് അറിയാം, ഈ പ്രൊജക്ടൈലിൽ തന്നെ വേറൊരു സാധനം ഉള്ളത്, നമ്മൾ ഹൊറിസോണ്ടലായിട്ട് പറന്നു പോകുന്ന ഒരു ഹെലികോപ്റ്ററിൽ നിന്നൊരു സാധനം താഴേക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹെലികോപ്റ്റർ മൂവ് ചെയ്യുന്ന സ്പീഡ് u ഇൻറ്റു റൂട്ട് ഓഫ് 2h/g. അതിൽ h എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററിൻ്റെ ഹൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ദൂരെ പോയിട്ടാണ് വീഴുക. അപ്പോൾ ഒരു ഫുഡ് പാക്കറ്റ് ഇടുകയാണ്, ഇവിടെ താഴെയുള്ള ആളെ റിസീവ് ചെയ്യണമെങ്കിൽ അയാളുടെ തലയുടെ മേലെത്തിയിട്ട് ഇട്ടാൽ പോരാ, അവിടെ എത്തുന്നതിന് മുമ്പേ ഇടണം. എത്ര ദൂരെ മുമ്പേ ഇടണം? കാരണം ഇത് ഇങ്ങനെ വന്നിട്ടാണ് വീഴുക. അത് ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഴില്ല, കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ വീഴുള്ളൂ. ഓക്കെ, അത് ഇത്രയും മുന്നോട്ട് പോയിട്ടാണ് വീഴുക. അതാണ് നിങ്ങൾ അവിടെ അറിയേണ്ട മറ്റൊരു കാര്യം. പിന്നെ പ്രൊജക്ടൈൽ മോഷനിൽ നമുക്ക് 4h ഇത് ഹൈറ്റാണ്, ദിസ് ഈസ് ഈക്വൽ ടു r tan തീറ്റ. ഓക്കെ, റേഞ്ചും ഹൈറ്റും തമ്മിലുള്ള റിലേഷനാണ്. പിന്നെ എന്താ? GT സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റും പിന്നെന്താ? 2r tan തീറ്റ. ഓക്കെ, 2r tan തീറ്റ റേഞ്ചും തമ്മിലുള്ള റിലേഷനാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കെന്താ? GT സ്ക്വയർ ദിസ് ഈസ് ഈക്വൽ ടു 8h. ഇത് ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും തമ്മിലുള്ള റിലേഷൻ, ഇത് റേഞ്ചും ടൈം ഓഫ് ഫ്ലൈറ്റും തമ്മിലുള്ള റിലേഷൻ, ഇത് ഹൈറ്റും റേഞ്ചും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, പിന്നെ ഇതിനകത്ത് ബേസിക് ആയിട്ട് അത്രയും കാര്യങ്ങൾ അറിയാനുള്ളത്. പിന്നെ അവിടെ വരുന്ന യൂണിഫോം സർക്കുലർ മോഷനാണ്. ഏത്? ആ മോഷൻ ഇൻ 2 ഡയമെൻഷനിൽ. യൂണിഫോം സർക്കുലർ മോഷനിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നും ചോദിക്കില്ല. നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് അറിയേണ്ടത് v ഈക്വൽ ടു ω/r. ഇത് r ω എന്ന് പറഞ്ഞ് പഠിക്കേണ്ട കേട്ടോ. v ഈക്വൽ ടു ω/r. കാരണം എന്താണെന്നോ, ഇതിൻ്റെ വെക്ടർ ഫോം v ഈക്വൽ ടു ω ക്രോസ് r എന്നാണ്. ω ക്രോസ് r.
അതിന് ആർ ക്രോസ് ഒമേഗ എന്ന് പറഞ്ഞാൽ പോരാ. അതേപോലെ സെൻട്രിപ്പെറ്റൽ ആക്സലറേഷൻ, ഓക്കെ, റേഡിയൽ ആക്സലറേഷൻ പറഞ്ഞാൽ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ആണ്. ഓക്കെ, അതിനെ തന്നെ നമുക്ക് ഒമേഗ സ്ക്വയർ ആർ പറയാം, അതിനെ തന്നെ നമുക്ക് ഒമേഗ വി പറയാം. ഓക്കെ, ഇതൊക്കെ സെൻട്രിപ്പെറ്റൽ ആക്സലറേഷൻ്റെ. അതുപോലെ സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഈക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ എം ഒമേഗ വി പറയാം. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ രണ്ട് ഫോർമുല മാത്രമേ അവിടെ നിങ്ങൾക്ക് അറിയാനുള്ളൂ. അതിൽ ഈ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒമേഗ നിങ്ങൾക്ക് അറിയില്ലേ? ഒമേഗ ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ പീരിയഡ് ടി ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഒമേഗ ഈക്വൽ ടു 2π ഇൻറ്റു ഫ്രീക്വൻസി ന്യൂ എന്ന് പറയാം ഒമേഗയുടെ കാര്യം. ഓക്കെ, ആ വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ഫോർമുല മാത്രമേ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളൂ. ഏതിനകത്ത്? യൂണിഫോം സർക്കുലർ മോഷനിൽ. ഇനി നമുക്ക് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനാണ്. അതിനകത്ത് നിങ്ങൾ അറിയേണ്ടത് ലീനിയർ മൊമെൻറ്റം. ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, പിന്നെ ലീനിയർ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ, അതിൽ കൈനറ്റിക് എനർജി കെ എന്ന് കൊടുത്തു ഞാൻ കേട്ടോ. പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആണ്, പി സ്ക്വയർ ബൈ 2m. ഓക്കെ, അവിടുന്ന് ലീനിയർ മൊമെൻറ്റം പി ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു മാസ് ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് സാധാരണ വരുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? ഇപ്പോൾ എ ലൈറ്റ് ബോഡി ആൻഡ് എ ഹെവി ബോഡി ഹാവ് ഈക്വൽ ലീനിയർ മൊമെൻറ്റം വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി. ലൈറ്റ് ബോഡി ഉണ്ട്, ഹെവി ബോഡി ഉണ്ട്, രണ്ടിനും മൊമെൻറ്റം സെയിം ആണ്. നോക്കൂ, അപ്പോൾ പി സ്ക്വയർ ബൈ 2 സെയിം ആണ്, ഈക്വൽ ആണ്, കോൺസ്റ്റൻ്റാണ്. ലൈറ്റ് ബോഡിയിൽ നിന്ന് ഹെവി ബോഡിയിലേക്ക് വരുമ്പോൾ പി സ്ക്വയർ ബൈ 2 മാറുന്നില്ല, രണ്ടിനും ഒരേ മൊമെൻറ്റാണ്. അപ്പോൾ കൈനറ്റിക് എനർജി നോക്കൂ, പ്രപ്പോർഷണൽ ടു 1/m എന്ന് പറയും. സോ ലൈറ്റർ ബോഡി വിൽ ഹാവ് മോർ കൈനറ്റിക് എനർജി. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുമ്പോഴാണെന്നറിയോ? നമ്മൾ ഒരു ഗണ്ണിൽ നിന്നൊരു ബുള്ളറ്റ് ഫയർ ചെയ്തു. അപ്പോൾ ബുള്ളറ്റിന് മുന്നോട്ടുള്ള മൊമെൻറ്റവും ഗണ്ണിന് പുറകോട്ടുള്ള മൊമെൻറ്റവും സെയിമാണ്. ഓക്കെ, അതിൽ ഗണ്ണ് ഹെവിയർ ബോഡിയാണ്, ബുള്ളറ്റ് ലൈറ്റർ ബോഡിയാണ്, മാസ് കുറവാണ്. അപ്പോൾ രണ്ടിനും ഒരേ മൊമെൻറ്റാണ്. വിച്ച് വൺ വിൽ ഹാവ് മോർ കൈനറ്റിക് എനർജി? നോക്കൂ, മാസ് കുറവുള്ള, അതായത് ബുള്ളറ്റ് വിൽ ഹാവ് മോർ കൈനറ്റിക് എനർജി. ഓക്കെ, അതാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇതിനകത്ത് സാധാരണ നമ്മൾ വേറെ ഒരു ചോദ്യം വരുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ ഈ മൊമെൻറ്റം, ഇപ്പോൾ ഞാൻ പറയാം, അതിൽ ഈ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ, അത് 100%. 100% മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ 1 p ആണ്. 100% കൈനറ്റിക് എനർജി പറഞ്ഞാൽ അത് 1 k ആണ്. 200% കൈനറ്റിക് എനർജി പറഞ്ഞാൽ 2 k ആണ്. 150% കൈനറ്റിക് എനർജി പറഞ്ഞാൽ 1.5 k ആണ്. അപ്പോൾ 150യെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് 1.5. അതായത് ഫ്രാക്ഷൻ ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, പെർസെൻറ്റേജ് ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 80% ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ 0.8 k ആണ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് 120% ഓഫ് ലീനിയർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ 1.2 p ആണ്. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണ്? സാധാരണ ചോദിക്കുന്നത്, സപ്പോസ് ദ ലീനിയർ മൊമെൻറ്റം ഈസ് ഇൻക്രീസ്ഡ് ബൈ ലീനിയർ മൊമെൻറ്റം പി ഈസ് ഇൻക്രീസ്ഡ് ബൈ 100%. ലീനിയർ മൊമെൻറ്റം ഇൻക്രീസ്ഡ് ബൈ 100%. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി എന്നാണ്. ഒറിജിനലി അത് 100%. പിന്നെ 100% കൂട്ടി എന്ന് പറഞ്ഞാൽ 200% ആയി. 100% എന്ന് പറഞ്ഞാൽ 1 p ആണ്, 200% എന്ന് പറഞ്ഞാൽ 2 p ആണ്. അപ്പോൾ ലീനിയർ മൊമെൻറ്റം ഡബിൾ ചെയ്തു എന്നർത്ഥം. അങ്ങനെ ലീനിയർ മൊമെൻറ്റം നോക്കൂ, ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി വിൽ ബിക്കം 4 times. അപ്പോൾ എന്താണെന്നറിയോ? പുതിയ കൈനറ്റിക് എനർജി k ഡാഷ് ഈക്വൽ ടു 4k ആണ്, 4k. ഈ 4k എന്ന് പറഞ്ഞാൽ അതെന്താ? അത് 400% ആണ്. ഒറിജിനലി ഇറ്റ് വാസ് 100%. നൗ ഇറ്റ് ഈസ് 400%. മീൻസ് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 300%. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ എന്താണോ, ഇപ്പോൾ കൈനറ്റിക് എനർജി, സപ്പോസ് കൈനറ്റിക് എനർജി ഇപ്പോൾ നമുക്ക് എന്താ പറയാം, കൈനറ്റിക് എനർജി ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% വിചാരിച്ചോ. കൈനറ്റിക് എനർജി ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. ഓക്കെ, അപ്പോൾ അതിൽ വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, കൈനറ്റിക് എനർജി നമുക്ക് എന്താ ഒരല്പം കൂട്ടാം കേട്ടോ. കൈനറ്റിക് എനർജി ഈസ് ഇൻക്രീസ്ഡ് ബൈ 21%. ഓക്കെ, ഒറിജിനൽ കൈനറ്റിക് എനർജി എത്രയാ? 100%. ഇപ്പോൾ 21% കൂട്ടി പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഹാസ് ബിക്കം 121%. 100% പറഞ്ഞാൽ 1 k ആണ്. 121% എന്ന് പറഞ്ഞാൽ അപ്പോൾ k ഡാഷ് ഈക്വൽ ടു 1.21 k ആണ്, 1.21 k. മനസ്സിലായില്ലേ? ഇനി അപ്പോൾ നോക്കൂ, നമുക്ക് ഇവിടെ ലീനിയർ മൊമെൻറ്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി എന്നാണ്. ലീനിയർ മൊമെൻറ്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇവിടെ നോക്കൂ, പി ഡാഷ്, ഓക്കെ, ഡിവൈഡഡ് ബൈ പി, ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ഡാഷ് ഡിവൈഡഡ് ബൈ കെ വരും.
ഓക്കെ, ആ കെ ഡാഷ് എത്രയാ? 1.21 കെ ആണ്. കെ ഡാഷ് ബൈ കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും? 1.21 വരും. അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1.1 ആണ്. 121ൻ്റെ റൂട്ട് 11. അപ്പോൾ 1.21ൻ്റെ റൂട്ട് 1.1. അപ്പോൾ നമുക്ക് എന്ത് വരും? പി ഡാഷ് ഫൈനൽ ലീനിയർ മൊമെൻറ്റ് പറഞ്ഞാൽ 1.1 പി എന്നാ. ഒരു പി പറഞ്ഞാൽ 100%. 1.1 പി പറഞ്ഞാൽ 110%. ആദ്യം അത് 100% ആയിരുന്നു, ഇപ്പോൾ അത് 110% ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? 10% ലീനിയർ മൊമെൻറ്റം കൂടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് ഒരു വിധത്തിൽ വരുന്ന ഒരു ചോദ്യമാണ്. മനസ്സിലായില്ലേ? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. പിന്നെ ഇവിടെ വരുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ മോഷൻ ഇൻ എ ലിഫ്റ്റ്. മോഷൻ ഇൻ എ ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോക്കൂ, ലിഫ്റ്റ് ഉണ്ട്, അതിൻ്റെ ഫ്ലോറിൽ നമ്മൾ ഒരു ബോഡി വെച്ചു. ഓക്കെ, ആ ഫ്ലോറിൽ വെച്ച ബോഡിയുടെ മാസ് എം ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അതിൽ ആ ബോഡിയിൽ നമ്മൾ ആ ബോഡി മാത്രം കണ്ട് വരച്ച് കഴിഞ്ഞാൽ അതിനെ ഫ്രീ ബോഡി ഡയഗ്രം എന്നാണ് പറയുക. അതിൻ്റെ വെയിറ്റ് എം ജി ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. പിന്നെ ഈ ലിഫ്റ്റിൻ്റെ ഫ്ലോർ കൊടുക്കുന്ന ഫോഴ്സാണ് മേലോട്ട്. നോർമൽ റിയാക്ഷൻ. ഓക്കെ, നോർമൽ റിയാക്ഷൻ. ഈ രണ്ട് ഫോഴ്സാണ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുക. അതിൽ ആ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോറ് ബോഡിയിൽ കൊടുക്കുന്ന ഫോഴ്സാണ്. ഈ ബോഡി ഫ്ലോറിൽ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണോ അതുതന്നെയാണ് ഈ ഫ്ലോർ ബോഡിയിൽ കൊടുക്കുക. ഓർ എൻ ഈസ് ഓൾസോ ദ അപ്പാരൻറ്റ് വെയ്റ്റ്. എൻ ഈസ് ദ നോർമൽ റിയാക്ഷൻ ആൻഡ് ഓൾസോ അത് അപ്പാരൻറ്റ് വെയ്റ്റ്സ്. ഓക്കെ, അതിൽ ആ എൻ ഈക്വൽ ടു എന്താ? എം ഇൻറ്റു ജി മൈനസ് എ ആണ് വെൻ ലിഫ്റ്റ് ഗോസ് ഡൗൺ. ആൻഡ് എൻ അപ്പാരൻറ്റ് വെയ്റ്റ് അല്ലെങ്കിൽ നോർമൽ റിയാക്ഷൻ എം ഇൻറ്റു ജി പ്ലസ് എ ആണ് വെൻ ലിഫ്റ്റ് ഗോസ് അപ്പ്. ഓക്കെ, ഇത് ഒരു ബോഡി ലിഫ്റ്റിൻ്റെ ഫ്ലോറിൽ വെക്കുമ്പോൾ മാത്രമല്ല, വെന്നെവർ എ ബോഡി ഈസ് മൂവിങ് ഇൻ എലോങ് എ വെർട്ടിക്കൽ ലൈൻ, മേലോട്ടോ താഴോട്ടോ മൂവ് ചെയ്യുമ്പോഴൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. അതായത് ഒരു കയർ വെച്ച് നമ്മളൊരു ബോഡിയെ ലിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ആ കയറിലെ ടെൻഷൻ ഇതാണ്. ഒരു കയറിൽ ബോഡി ഹാങ് ചെയ്തിട്ട് നമ്മൾ ആ ബോഡി ഇങ്ങനെ താഴോട്ട് ഇറക്കുക. അപ്പോൾ ആ കയറിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഇതാണ്. Okay, this is the tension in the string when the body is being lowered by means of a string, and this is the tension in the string when body is being lifted by means of a string. ഇനി ഒരു കയറിങ്ങനെ തൂക്കിയിട്ടുണ്ട്, അതിലൂടെ ഒരു ഫയർമാൻ കയറി പോവുക വിചാരിക്കുക. അപ്പോൾ ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ മാൻ ഓൺ ദ റോപ്പ് ഇതാണ് എം ഇൻറ്റു ജി പ്ലസ് എ. വെൻ ഹി സ്ലിപ്സ് ഡൗൺ അലോങ് ദ റോപ്പ്, അപ്പോൾ ദിസ് ഈസ് ദ ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദി മാൻ ഓൺ ദ റോപ്പ്. ഓക്കെ, അങ്ങനെ വെർട്ടിക്കൽ ഡിറക്ഷനിൽ ഏത് മോഷൻ ആണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ഹൈഡ്രജൻ ബലൂൺ മേലോട്ട് പോവുകയാണെങ്കിൽ ആ ഹൈഡ്രജൻ ബലൂണിൽ ആക്ട് ചെയ്യുന്ന അപ്ത്രസ്റ്റ് കൊണ്ട് അത് മേലോട്ട് പോകുന്നേ. അപ്പോൾ ആ അപ്ത്രസ്റ്റ് ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ വെൻ ഇറ്റ് ഗോസ് അപ്പ്. ഇനി അത് താഴോട്ട് വരികയാണ് വിചാരിക്കുക, ദിസ് ഈസ് ദി അപ്ത്രസ്റ്റ് എം ഇൻറ്റു ജി മൈനസ് എ. അങ്ങനെ വെർട്ടിക്കൽ മോഷനിലുള്ള ഏതൊരു മോഷൻ, വെർട്ടിക്കൽ ഡിറക്ഷനിൽ ഏതൊരു മോഷനും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അത് ഒരു കാര്യം. പിന്നെ ഇവിടെ ഒരു കാര്യം നോക്കൂ, ഈ ആക്സിലറേഷൻ കുറയുമ്പോൾ ഈ നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് അത് കൂടുകയാണ് ചെയ്യുക കേട്ടോ. ആക്സിലറേഷൻ കുറയുമ്പോൾ ഇത് കൂടുക ചെയ്യുക. ഓക്കെ, ഇനി പിന്നെ എന്താ വേണ്ടത്? കൺകറൻറ്റ് ഫോഴ്സ്, സ്റ്റാറ്റിക് ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. അതിൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ? നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് ദി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ദിസ് ഈസ് കോൾഡ്, അതിനെ നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ് പറയുക. ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈക്വൽ ടു മ്യൂ എസ്, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണ്, ഇൻറ്റു നോർമൽ റിയാക്ഷൻ. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പറയുക, ഈ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മ്യൂ എസ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറയാം. അതിൽ ടാൻ തീറ്റ, ദാറ്റ് ഈസ് ദി തീറ്റ ഈസ് ദി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ്റെ ടാൻജൻ്റ് ആണ് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുക. ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു സർഫസ് ഉണ്ട്. ഓക്കെ, അതിലൊരു ബോഡി ഇങ്ങനെയുണ്ട്. ഓക്കെ, നോർമൽ റിയാക്ഷൻ ഇങ്ങോട്ടുണ്ട്, ദിസ് ഈസ് ദ നോർമൽ റിയാക്ഷൻ. ഓക്കെ, പിന്നെ എന്താ ഉണ്ടാവുക? പിന്നെ ഉണ്ടാവുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ്. ഇതിന് ഞാൻ അങ്ങോട്ടാണ് വലിക്കുന്നത് വിചാരിച്ചോളാം, അപ്ലൈഡ് ഫോഴ്സ് അങ്ങോട്ടാണ്. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇത് ഇങ്ങോട്ടുണ്ടാവും, എഫ് എസ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇനി നമ്മൾ ഈ എഫ് എസ് നോർമൽ റിയാക്ഷനുമായിട്ട് ആഡ് ചെയ്യാൻ, എഫ് എസ് ഇവിടെയാണെങ്കിൽ ആ എഫ് എസ് ഞാനിത് ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ഇത് അവിടെ എഫ് എസിനെ ഇങ്ങോട്ട് വരച്ചു, അതെന്തിനാ? ഈ നോർമൽ റിയാക്ഷനുമായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എഫ് എസ് ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, ഇനി ഈ നോർമൽ റിയാക്ഷൻ്റെ എഫ് എസിൻ്റെയും റിസൾട്ടൻ്റ് കാണണം. ആ റിസൾട്ടൻ്റ് ഇത് ഇങ്ങനെ വരും. ഓക്കെ, റിസൾട്ടൻ്റ്. അപ്പോൾ ഈ ആംഗിൾ ഇതാണ് തീറ്റ, ദാറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ്റെയും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെയും റിസൾട്ടൻ്റ് നോർമൽ റിയാക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ദിസ് പിന്നെ ടാൻ തീറ്റ. ഓക്കെ, ടാൻ തീറ്റ ഈക്വൽ ടു എഫ് എസ്. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ പറയാം. ഓക്കെ,
അത് ഒരു കാര്യം, റൈറ്റ്. പിന്നെ ഇനി വേണ്ട എന്താ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. അതിൽ ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട് എന്നാ. ഓക്കെ, ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. പിന്നെ അടുത്തത് നമുക്ക് എന്താ, കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. കൈനറ്റിക് ഫ്രിക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. റോളിംഗ് ഫ്രിക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ എന്താ സ്ലൈഡിങ് ഫ്രിക്ഷനും ഉണ്ട്. അതിൽ നമുക്ക് എന്താ ഇത് പറയുമ്പോൾ മ്യൂ എസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ മ്യൂ സ്ലൈഡിങ് ഫ്രിക്ഷൻ. ഈ സ്ലൈഡിങ് ഫ്രിക്ഷനെ മ്യൂ കെ എന്ന് പറയാം, മ്യൂ കെ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റോളിംഗ് ഫ്രിക്ഷൻ. ഈ റോളിംഗ് ഫ്രിക്ഷനാണ് എന്താ ഓൾവേസ് സ്മോളർ ദാൻ സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്നാ. അതുകൊണ്ടാണ് നമ്മൾ ഹെവി ബോക്സ് ഒക്കെ നമ്മൾ വലിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ വീല് ഫിക്സ് ചെയ്യും. വീല് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈഡ് ചെയ്യുന്നതിന് പകരം റോൾ ചെയ്യും. അപ്പോൾ ഫ്രിക്ഷൻ കുറയും, നമ്മളുടെ എഫേർട്ട് കുറയും. അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, പിന്നെ അതിൽ പിന്നെ വേറൊരു കാര്യം എന്താ, നമ്മളുടെ ആംഗിൾ ഓഫ് റീപോസ് എന്നാ. ഈ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇപ്പോൾ ഇത് ഒരു സർഫസാണ്. ഈ സർഫസിൻ്റെ മേലെ ഞാനൊരു ബോഡി വെച്ചു. ബോഡി വെച്ചിട്ട് ഞാനിത് നോക്കൂ, ഇതിനെങ്ങനെ ലിഫ്റ്റ് ചെയ്യുക. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നോക്കൂ, ഇത് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഇങ്ങനെ കൂടി വരും. ഒരു പർട്ടിക്കുലർ ആംഗിൾ ആകുമ്പോൾ ഇതിൻ്റെ മേലെ വെച്ച സാധനം ജസ്റ്റ് ഇങ്ങോട്ട് താഴേക്ക് വരും. ആ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുക. ആംഗിൾ ഓഫ് റീപോസ് അത് എപ്പോഴും ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ആവും. രണ്ടിൻ്റെയും ഡെഫിനിഷൻ ഡിഫറൻറ്റാണ്, ആംഗിൾ ഓഫ് റീപോസും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും. പക്ഷേ ആംഗിൾ ഓഫ് റീപോസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ആ റീപോസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ആൽഫയാണ്. അപ്പോൾ ടാൻ ആൽഫ ആംഗിൾ ഓഫ് റീപോസ് ഈക്വൽ ടു ടാൻ തീറ്റ, അത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്നാണ് വരിക. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, അത് ഒരു കാര്യം. പിന്നെ നമ്മളൊരു ബോഡി നോക്കൂ, ഒരു ബോഡി നമ്മൾ ഇൻക്ലൈൻ സർഫസിൽ വെച്ച് വിചാരിക്കുക. ഓക്കെ, ഒരു ബോഡി നമ്മൾ ഇൻക്ലൈൻ സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഇതാ ഇവിടെ നമ്മൾ എന്താ ഇൻക്ലിനേഷൻ തീറ്റയാണ്. ഒരു ബോഡി നമ്മൾ ഇവിടെ വെച്ചു, അപ്പോൾ അതിങ്ങനെ താഴോട്ട് സ്ലൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ, സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മൾ അവിടെ ഒരു ബോഡി വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസ് സ്മൂത്താണ് വിചാരിച്ചു. സ്മൂത്ത് ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് താഴേക്ക് എത്തും. റഫ് ആണെങ്കിലോ താഴേക്ക് വരാൻ സമയമെടുക്കും. അപ്പോൾ ഇത് റഫ് ആവുമ്പോൾ താഴേക്ക് വരാൻ എടുക്കുന്ന സമയം ടി ഡാഷ് ഈക്വൽ ടു സ്മൂത്ത് ആവുമ്പോൾ താഴേക്ക് വരാൻ എടുക്കുന്ന സമയം ടി. ഓക്കെ, അപ്പോൾ ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു സ്ലൈഡ് ഡൗൺ വെൻ ദ സർഫസ് ഈസ് റഫ് ഈസ് n ടൈംസ് ഓഫ് ദാറ്റ് റിക്വയർഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഇല്ലാത്തപ്പോൾ വേണ്ട സമയത്തിൻ്റെ n ടൈംസ് ആണ് ഫ്രിക്ഷൻ ഉള്ളപ്പോൾ, കൂടുതൽ സമയം എടുക്കും. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്താണെന്നാ, അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഈക്വൽ ടു 1 മൈനസ് 1/n സ്ക്വയർ, ഓക്കെ, ഇൻറ്റു ടാൻ തീറ്റ എന്നാ, വേർ തീറ്റ ഈസ് ദ ഇൻക്ലിനേഷൻ. യൂഷ്വലി ആ തീറ്റ 45 ഡിഗ്രി ആവും, ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആവും. അതൊക്കെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ 1 മൈനസ് 1/n സ്ക്വയർ ചെയ്താൽ മതി. ആ n 2 ആണ് വിചാരിക്കുക, അതായത് ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു സ്ലൈഡ് ഡൗൺ ദ പ്ലെയിൻ. ഓക്കെ, when it is rough is twice of that required in the absence of friction. അപ്പോൾ എന്ത് വരും, 1 മൈനസ് 1/2 സ്ക്വയർ പറഞ്ഞാൽ 1/4, 1 മൈനസ് 1/4 പറഞ്ഞാൽ 3/4 പറഞ്ഞാൽ 0.75. അത് മീൻസ് അത്യാവശ്യം നല്ല റഫാണെന്ന് അർത്ഥം. ഓക്കെ, അത് ഒരു കാര്യം. പിന്നെ ഇക്വിലിബ്രിയം ഓഫ് കൺകറൻറ്റ് ഫോഴ്സസ്, സ്റ്റാറ്റിക് ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. പിന്നെ ഇക്വിലിബ്രിയം ഓഫ് കൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വിചാരിച്ചോ. ഓക്കെ, ഇത് ഒരു ഫോഴ്സ് ഉണ്ട്, ഇതൊരു ഫോഴ്സ് ഉണ്ട്, ഇതൊരു ഫോഴ്സ് ഉണ്ട്. അതിൽ ഈ ഫോഴ്സ് പി ആണെന്ന് വിചാരിച്ചോ, അതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ആൽഫയാണ്. ഇത് ക്യൂ ആണെന്ന് വിചാരിച്ചോ, അതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ബീറ്റയാണ്. ഓക്കെ, ഇത് ആർ ആണെന്ന് വിചാരിച്ചോ, അതിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഗാമയാണ്. ഓക്കെ, അപ്പോൾ പി ബൈ സൈൻ ആൽഫ നോക്കൂ, അതിനെ നമ്മൾ എന്ത് പറയാം, പി ബൈ സൈൻ ആൽഫ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സൈൻ ബീറ്റ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ആർ ബൈ സൈൻ ഗാമ. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ട് വേറെ അൺനോൺ ക്വാണ്ടിറ്റീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അവിടെ കൺകറൻറ്റ് ഫോഴ്സസിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ. പിന്നെ അടുത്തത് എന്താണെന്നറിയോ, അടുത്തത് നമ്മൾ സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് ആണ്. ഈ സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബോഡി, സപ്പോസ് എ ബോഡി ഈസ് റൊട്ടേറ്റഡ് ഇൻ എ ഹൊറിസോണ്ടൽ സർക്കിൾ ബൈ മീൻസ് ഓഫ് എ സ്ട്രിങ്. ഒരു സ്ട്രിങ് വെച്ച് ഒരു ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് വിചാരിക്കുക. അപ്പോൾ അതിൽ ആ സ്ട്രിങ്ങിലെ ടെൻഷനാണ് സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ടി ഈക്വൽ ടു mv² ഡിവൈഡ് ബൈ ആർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് mr ω² പറയാം, mr ω². ദാറ്റ് ഈസ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. ഇനിയിപ്പോൾ അവിടെ നമുക്ക് വേറെ എന്താ പറയാൻ പറ്റുന്നതെന്ന് അറിയോ, ആ ബോഡിയെ നമ്മളൊരു സ്ട്രിങ്ങിൽ വെച്ചിട്ട് ഇങ്ങനെ ഹൊറിസോണ്ടൽ സർക്കിളിൽ കറക്കുക. അതല്ല എങ്കിൽ പിന്നെന്താ, ഈ വെഹിക്കിൾ ഈസ് ടേക്കിംഗ് എ ടേൺ
on a level circular road. Okay, level circular road. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ whenever a body is moving in a circle, there must be a force directed towards the center. സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് വേണം. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇല്ലാണ്ട് ഒരു ബോഡിക്കും സർക്കിളിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ലെവൽ റോഡിൽ ബാങ്ക് ചെയ്തിട്ടില്ല, സർക്കിളാണ്, അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രിക്ഷനാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതാ ഇങ്ങനെ. ഓക്കെ, വെഹിക്കിൾ ഇതാ, ഇതാണ് റോഡ് കേട്ടോ. റോഡ് ഇതേ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിൽ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതിൽ വി മാക്സ് ദിസ് ഈസ് ഈക്വൽ ടു √μgr എന്നാണ്. √μgr. അതിൽ മ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് μgr. അപ്പോൾ അതിൽ സേഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ പറയുക, വി മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു μsgr എന്നാ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറഞ്ഞാൽ കനോട്ട് ബി ഗ്രേറ്റർ ദാൻ എന്നാ. ഇതിനേക്കാൾ കൂടിയ സ്പീഡ് പറ്റൂല എന്ന് പറഞ്ഞാൽ മാക്സിമം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, μs പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷനാണ്. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഈ സാധനം വേണ്ട. റൈറ്റ്, ഇനി അടുത്തത് ബാങ്ക്ഡ് റോഡ്സ്. ഓക്കെ, ഈ ബാങ്ക്ഡ് റോഡിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ബാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുക ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ് പറയുക. അവിടെ എന്താണോ ഫ്രിക്ഷൻ വേണ്ട, അതായത് ഈ ഫുൾ നമ്മളുടെ എന്താ പറയുക നോർമൽ റിയാക്ഷൻ്റെ കമ്പോണൻറ്റ് വെച്ച് തന്നെ വരാൻ പറ്റും. അവിടെ ബാങ്ക്ഡ് റോഡിൽ വി മാക്സ് മിനിമം എന്നില്ല, അത് ദാറ്റ് ഈസ് ദ ഒപ്റ്റിമം സ്പീഡ് ഓൺ എ ബാങ്ക്ഡ് റോഡ്. വി ഈക്വൽ ടു RG tan theta. ഓക്കെ, RG tan theta. ഈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ടയറിന് തേയ്മാനം ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, നമ്മൾ നോക്കൂ, റോഡ് ദേ ഇങ്ങനെയുണ്ട്, തീറ്റ ആംഗിളിൽ ബാങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദേ വെഹിക്കിൾ ദേ ഇങ്ങനെ വരിക. അപ്പോൾ ഈ റോഡിൻ്റെ അപ്പർ എഡ്ജ് അല്പം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ ലോവർ എഡ്ജ്. അതാണ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മളെ നോക്കൂ, ഇനിയിപ്പോൾ നമ്മൾ ഫ്രിക്ഷൻ കൂടെ ഉപയോഗപ്പെടുത്തുകയാണെന്ന് വിചാരിക്കാം. ഫ്രിക്ഷൻ കൂടെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വി മാക്സിമം സ്പീഡ് വിത്ത് വിച്ച് ദ വെഹിക്കിൾ ക്യാൻ ടേക്ക് ദ ടേൺ. ഓക്കെ, ദാറ്റ് ഈസ് GR. ഓക്കെ, GR ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ എന്ന്. 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. റൈറ്റ്, മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. അതിൽ മ്യൂ 0 ആണെന്ന് വിചാരിച്ചോ. മ്യൂ 0 ആണെങ്കിൽ എന്താ, ന്യൂമറേറ്ററിൽ ടാൻ തീറ്റ എന്ന് മാത്രം വരും, ഡിനോമിനേറ്ററിൽ 1 മാത്രം വരും. അതായത് ടാൻ തീറ്റ ബൈ 1. അപ്പോൾ GR ടാൻ തീറ്റ എന്ന് വരും. മനസ്സിലായില്ലേ? അതാണ് ഫ്രിക്ഷൻ ഇല്ലാത്തപ്പോൾ. അല്ലെങ്കിൽ ആ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഫ്രിക്ഷൻ വേണ്ട. ഇനി ബാങ്കിങ് ഇല്ല, തീറ്റ 0 ആണ് വിചാരിച്ചോ. അപ്പോൾ ന്യൂമറേറ്ററിൽ മ്യൂ മാത്രം വരും, താഴെയോ മ്യൂ ടാൻ തീറ്റ എന്താവും, 0 ആവും. അപ്പോൾ ഡിനോമിനേറ്ററിൽ 1 മാത്രം വരും. അതായത് മ്യൂ ബൈ 1 മ്യൂ, അതായത് മ്യൂ GR എന്ന് വരും. അതാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ മ്യൂ എന്ന് പറയുന്നത് എന്താ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് കേട്ടോ. കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അത് പിന്നെ അതുണ്ട്. ഡൈനാമിക്സ് ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ, സെൻട്രിപെറ്റൽ ഫോഴ്സ്, എക്സാമ്പിൾസ് ഓഫ് സർക്കുലർ മോഷൻ, വെഹിക്കിൾ ഓൺ എ ലെവൽ റോഡ്, വെഹിക്കിൾ ഓൺ ബാങ്ക്ഡ് റോഡ്, അതാ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഇനി എന്താണ്, വർക്ക് എനർജി ആൻഡ് പവർ ആണ്. വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ് ആൻഡ് എ വേരിയബിൾ ഫോഴ്സ്. അതിൽ നമ്മൾ വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ്, അത് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നോക്കൂ, ഫോഴ്സ് F ഈക്വൽ ടു, ഇപ്പോൾ ഒരു അത് തന്നിട്ടുണ്ടാവും 3I + 2J + 5K. ഓക്കെ, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് S ഈസ് ഈക്വൽ ടു ഇപ്പോൾ 2I - 6J + 3K ഇങ്ങനെ തന്നു വിചാരിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെ തരാം. അതല്ലെങ്കിൽ എ ബോഡി മൂവ്സ് ഫ്രം R1 ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ, ഇപ്പോൾ I + 2J + 3K. ഓക്കെ, ഇനീഷ്യൽ പൊസിഷൻ വെക്ടർ. എ ബോഡി മൂവ്സ് ഫ്രം R1 ഓക്കെ ടു R2, മറ്റൊരു പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട് 3I - 2J + 6K ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, എ ബോഡി മൂവ്സ് ഫ്രം R1 to R2 അണ്ടർ ദ ആക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ് ഇങ്ങനെ തന്നു വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നേരിട്ട് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നിട്ടുണ്ടാവും. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുക, ഇതങ്ങ് ചെയ്യുക. ഇത് ചെയ്യാൻ സാധാരണ സബ്ട്രാക്ഷനാണ്. 3I - I എത്രയാണ്, 2I. ഓക്കെ, ഇവിടെ എന്താ -2 എന്താ -4J. ഇവിടെ എന്താ വരിക, 6 - 3 എന്താ 3K. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്നിട്ട് രണ്ടും കൂടെ എന്താ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ഡൺ കിട്ടും. ഓക്കെ, അങ്ങനെ അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് കാണലുമായി, അതായത് വെക്ടറുമായി, പിന്നെന്താ വർക്ക് ഡണ്ണുമായി. അപ്പോൾ അങ്ങനെ എന്താ പറയുക സാധാരണ ചോദിക്കാറുണ്ട്. പിന്നെ അവിടെ അറിയേണ്ടത് വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ് ആൻഡ് എ വേരിയബിൾ ഫോഴ്സ്. ഈ വേരിയബിൾ ഫോഴ്സ് വെച്ച് നമ്മൾ വർക്ക് കാണുക എന്ന് പറഞ്ഞാൽ 2 വിധമാണുള്ളത്. അതിലിപ്പോൾ സപ്പോസ് എ ബോഡി മൂവ്സ് അലോങ് ദി X ആക്സിസ്.
body moves along the x-axis under the action of a force F equal to 5x square, okay, plus 3x plus 2, okay, from x equal to 2 to x equal to 5. ഇങ്ങനെ തന്നു വിചാരിക്കുക. A body moves along the x-axis from x equal to 2 to x equal to 5 under the action of this force. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വർക്ക് ഡൺ W ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ടു ബി ഇവാലുവേറ്റഡ് ഫ്രം എക്സ് ഈക്വൽ ടു 2 ടു എക്സ് ഈക്വൽ ടു 5. ഓക്കെ, എഞ്ചിനീയർ ആവാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ സാധാരണ പോലെ ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അതല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് ഈക്വൽ ടു ഇപ്പോൾ സി എക്സ് എന്ന് വിചാരിച്ചോ, അതായത് എക്സ് സ്ക്വയർ ഇല്ല, എക്സ് ക്യൂബ് ഇല്ല, എക്സ് റേസ് ടു 1 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നില്ല, ഇവിടെ വേരിയേഷൻ ലീനിയർ ആണ്. ആൻഡ് സപ്പോസ് ബോഡി മൂവ്സ് ഫ്രം എന്താ എക്സ് ഈക്വൽ ടു x1 ടു എക്സ് ഈക്വൽ ടു x2 വിചാരിച്ചു, ഇങ്ങനെ മൂവ് ചെയ്യുക. അപ്പോൾ അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നില്ല, യു ക്യാൻ ഗോ ഫോർ ദ ആവറേജ് ഫോഴ്സ്. നോക്കൂ, എക്സിൻ്റെ സ്ക്വയർ ക്യൂബ് ഒന്നും വരാൻ പാടില്ല, വേരിയേഷൻ ലീനിയർ ആകുമ്പോൾ മാത്രം. അപ്പോൾ ഇനീഷ്യൽ ഫോഴ്സ് എന്താ CX1 അല്ല, x1 ആകുമ്പോൾ ഫൈനൽ ഫോഴ്സ് എന്താ CX2. അപ്പോൾ ആവറേജ് എന്താ CX1 പ്ലസ് CX2/2, അതായത് C ഇൻറ്റു എന്താ x1 പ്ലസ് x2/2 എന്ന് വരും. x1 പ്ലസ് x2/2 ഇതാണ് ആവറേജ് ഫോഴ്സ്. ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ പൊസിഷനാണ്. ചേഞ്ച് ഇൻ പൊസിഷൻ എന്താ x2 മൈനസ് x1. ഓക്കെ, അപ്പോൾ ഇതാണ് ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് വർക്ക് ഡൺ. അപ്പോൾ ഈ വർക്ക് ഡൺ നമുക്ക് എന്താ കിട്ടുക, ദിസ് ഈസ് ഈക്വൽ ടു C/2 ഇൻറ്റു പിന്നെന്താ x2 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ. ഇതിപ്പോൾ ആവറേജ് ഫോഴ്സ് വെച്ചിട്ട് ചെയ്തതാണ്. നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്താലും ഇത് തന്നെ കിട്ടുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം. പിന്നെ ഈ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മെത്തേഡ് എന്താ, ഫോഴ്സ് പൊസിഷൻ ഗ്രാഫ്. ഫോഴ്സ് പൊസിഷൻ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ എന്താ കിട്ടുക, അല്ലെങ്കിൽ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ. ഫോഴ്സ് പൊസിഷൻ ഗ്രാഫും ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫും ഒരേപോലെ ഉണ്ടാവുക. അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഏത് ഗ്രാഫിൻ്റെയും ഏരിയ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി അലോങ് ദ വൈ ആക്സിസ് ഇൻറ്റു ക്വാണ്ടിറ്റി അലോങ് ദി എക്സ് ആക്സിസാണ്. അപ്പോൾ ഇവിടെ വൈ ആക്സിസിൽ എന്താ, വൈ ആക്സിസിൽ ഫോഴ്സ് ആണ്. ഓക്കെ, എക്സ് ആക്സിസിൽ എന്താ, എക്സ് ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ പൊസിഷനാണ്. അപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏരിയ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വരും. അതെന്താ, വർക്ക് ഡൺ ആണ്, വർക്ക് ഡൺ. അപ്പോൾ ഇവിടെ ഗ്രാഫ് ഇത് ഇങ്ങനെയാണ് വിചാരിച്ചോ. ഓക്കെ, ആൻഡ് ഹിയർ ഈസ് x1, ഓക്കെ, ഹിയർ ഈസ് x2, ഓക്കെ, ഇത് x2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാമെന്നറിയോ, ഇത് x1ഉം x2 ആണെങ്കിൽ നമുക്ക് സി ഇതാ ഇങ്ങനെ വരും, റൈറ്റ്. അപ്പോൾ ഇവിടെ x ഈക്വൽ ടു x2 ആകുമ്പോൾ ഫോഴ്സ് എന്താ, CX2 ആണ്. x ഈക്വൽ ടു x1 ആകുമ്പോൾ ഫോഴ്സ് എന്താ, CX1 ആണ്. കാരണം ഇവിടെ ഏതാ ഞാൻ പ്ലോട്ട് ചെയ്യുന്നതെന്നറിയോ, അപ്പോൾ നേരത്തെ ചെയ്തില്ല, F ഈക്വൽ ടു CX ആണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അതേ ഈ ഏരിയ ആണ് നമ്മൾ കാണേണ്ടത്. ഈ ഏരിയ എന്താ, അതൊരു ട്രപ്പീസിയമാണ്. അതായത് രണ്ട് സൈഡ് പാരലൽ ആകുമ്പോഴാണ് നമ്മൾ ട്രപ്പീസിയം എന്ന് പറയുക. അതിൻ്റെ ഏരിയ കണ്ടാൽ അവിടെ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, വർക്ക് ഡൺ കിട്ടും. ഈ ഏരിയ എങ്ങനെ കാണുക, ട്രപ്പീസിയത്തിൻ്റെ ഏരിയ പറഞ്ഞാൽ അതിൽ പാരലൽ സൈഡ്സിൻ്റെ ആവറേജ് എടുക്കുക. പാരലൽ സൈഡ്സ് എന്താ, ഒന്ന് ഇതാണ് CX2, പിന്നെ ഇത് CX1 ആണ്. അതിൻ്റെ ആവറേജ് എന്താ, CX1 പ്ലസ് CX2, ഓക്കെ, ഹോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആ പാരലൽ സൈഡ്സ് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, x2 മൈനസ് x1. ഇതാണ് ഏരിയ. ഓക്കെ, ആ ഏരിയ ഈക്വൽ ടു വർക്ക് ഡൺ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് അനദർ വേ ഓഫ് ഫൈൻഡിങ് ദ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. അപ്പോൾ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് കാണാൻ രണ്ട് മെത്തേഡാണ്. ഒന്ന് ഏരിയ അണ്ടർ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്, അല്ലെങ്കിൽ ഫോഴ്സ് പൊസിഷൻ ഗ്രാഫ്. രണ്ടാമത്തത് ഇൻ്റഗ്രേഷൻ. ഓക്കെ, അടുത്തത് പിന്നെന്താണെന്നോ, കൈനറ്റിക് എനർജി, വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാണ്. അപ്പോൾ അത് എന്താ പറയുക, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറമാണ് വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് എന്ത് പറയാമെന്നോ, സപ്പോസ് എ ബോഡി ഈസ് മൂവിങ് എലോങ് എക്സ് ആക്സിസ്, ഓക്കെ, അണ്ടർ ദ ആക്ഷൻ ഓഫ് എ ഫോഴ്സ് സച്ച് ദാറ്റ് ഇറ്റ്സ് പൊസിഷൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ, എക്സ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ 5t സ്ക്വയർ പ്ലസ് 2t, ഓക്കെ, പ്ലസ് 3 ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു വിചാരിക്കുക. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ ഫസ്റ്റ് 2 seconds. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ dx ഡിവൈഡഡ് ബൈ dt, ഓക്കെ, അതാണ് വെലോസിറ്റി. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പറയുക, ദിസ് ഈസ് ഈക്വൽ ടു 10t പ്ലസ് 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൽ ഇഫ് ദ മാസ് ഈസ് 1 kilogram, ഓക്കെ, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ ഫസ്റ്റ് 2 seconds, അതാ ചോദ്യം. ഫസ്റ്റ് 2 secondsൽ വർക്ക് ഡൺ എന്താ. ഓക്കെ, അപ്പോൾ അതിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്താ, ടിക്ക് പകരം 0 കൊടുക്കുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി അതായത് u ഈക്വൽ ടു 2 എന്ന് വരും.
ഫൈനൽ വെലോസിറ്റി ടിക്ക് പകരം 2 കൊടുക്കുമ്പോൾ 22 എന്ന് വരും, 22. ഓക്കെ. ഇനി വർക്ക് ഡൺ ആണ് നമ്മളോട് ചോദിക്കുന്നത്. വർക്ക് ഡൺ പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു പിന്നെന്താ മാസ് 1 കിലോഗ്രാം ആണ്, പിന്നെന്താ ഫൈനൽ എനർജി ഫൈനൽ വെലോസിറ്റി സ്ക്വയർ, അപ്പോൾ 22 സ്ക്വയർ മൈനസ് പിന്നെന്താ 2 സ്ക്വയർ എന്ന് വരും, 22 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. അത് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടും. അവിടുന്ന് നിങ്ങൾക്ക് വർക്ക് ഡൺ കാണാം. അതാണ് ഒരെണ്ണം. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, സാധാരണ ചോദിക്കുന്നതുമാണ്. അതിൽ ഈ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ യു ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്നാണ്, ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇവിടെ സാധാരണ വരിക എന്താണോ, വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് എ സ്പ്രിംഗ് ബൈ 10 സെൻറ്റിമീറ്റർ ഈസ് വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് എ സ്പ്രിംഗ് ബൈ 10 സെൻറ്റിമീറ്റർ ഈസ് സേ യു ആണ്, അല്ലെങ്കിൽ ഡബ്ല്യു ആണ്. മനസ്സിലായില്ലേ? ദെൻ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഇൻ ഇൻക്രീസിങ് ദ എക്സ്റ്റൻഷൻ ഫ്രം 10 to 20? 10 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഡബ്ല്യു വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 10ൽ നിന്ന് 20 എക്സ്റ്റെൻഡ് ചെയ്യാൻ എത്ര വർക്ക് ചെയ്യണം? മനസ്സിലായില്ലേ? അതാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇനീഷ്യൽ വർക്ക് ഡൺ ഡബ്ല്യു ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു പിന്നെന്താ ഇപ്പോൾ 10 സ്ക്വയർ. ഓക്കെ, 10 സെൻറ്റിമീറ്റർ 10 സ്ക്വയർ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് പറയാം, ഇനീഷ്യൽ വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ ഈ ഡബ്ല്യു നമ്മൾ അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയാണിത്. 20 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്താൽ ഉണ്ടാവുന്നത് എത്രയാ? ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു 20 സ്ക്വയർ പറയാം. അപ്പോൾ ഇത് എന്താ, ഇത് ഡബ്ല്യു ആണെങ്കിൽ നോക്കൂ, അപ്പോൾ 10ൽ നിന്ന് 20 ആക്കാനുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, U2 മൈനസ് U1 ആണ്, ഡബ്ല്യു ഡാഷ്. അതാ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ദിസ് ഈസ് ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു പിന്നെന്താ 20 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ എന്ന് വരും, 20 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താ വരിക എന്നറിയോ, ദിസ് ഈസ് ഈക്വൽ ടു 3W എന്ന് വരും. അതിൽ ആ 20 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ ഉണ്ടല്ലോ, അതിൽ നോക്കൂ 10 സ്ക്വയർ നമ്മൾ കോമൺ ആണ്, അത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഹാഫ് കെ 10 സ്ക്വയർ പുറത്ത് വരും. അതിൽ ആ ഹാഫ് കെ 10 സ്ക്വയർ പറഞ്ഞാൽ ഡബ്ല്യു ആണ്, അത് പുറത്ത് വരും. പിന്നെ ഇവിടെ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്നാൽ 2 സ്ക്വയർ 4 ആണ്, മൈനസ് 1 പറഞ്ഞാൽ 3 ആണ്. അതാണ് ഈ 3W എന്ന് പറയുന്നത്. ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്താ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ്, അത് നിങ്ങൾ അറിയണം. ഓക്കെ, ഈ സാധനം. പിന്നെ അടുത്തത് എന്താണെന്നറിയോ, നമുക്ക് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്. അതിൽ കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് തമ്മിലുള്ള വ്യത്യാസം. കൺസർവേറ്റീവ് ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ഫോളോഡ്, ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് ഫോളോഡ്. ഫ്രിക്ഷൻ, എയർ റെസിസ്റ്റൻസ്, വിസ്കസ് ഫോഴ്സ്, ഇതൊക്കെ നോൺ കൺസർവേറ്റീവാണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യുന്ന വർക്ക് വിൽ ബി ഡിസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് ക്യാൻ നെവർ ബി റിക്കവേർഡ്. തിരിച്ചു കിട്ടൂല, ഹീറ്റായിട്ട് നഷ്ടപ്പെടും. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇതൊക്കെ കൺസർവേറ്റീവാണ്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യുന്ന വർക്ക് ആ ബോഡിയിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അത് നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും. അത് ഒന്ന്. പിന്നെ കൺസർവേറ്റീവ് ഫോഴ്സ്, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി, കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. പിന്നെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ്, അതിപ്പോൾ പറഞ്ഞല്ലോ. പിന്നെ മോഷൻ ഇൻ എ വെർട്ടിക്കൽ സർക്കിൾ, മോഷൻ ഇൻ എ വെർട്ടിക്കൽ സർക്കിൾ, അവിടെ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? മോഷൻ ഇൻ എ വെർട്ടിക്കൽ സർക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ നോക്കൂ. ഇതാ റൈറ്റ്സ്. നമ്മൾ ഒരു സ്ട്രിങ്ങിൽ നമ്മളൊരു ബോഡി ഇതേ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രിങ് നമ്മളിത് ഇവിടെ ഫിക്സ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, ഇവിടുന്ന് ഞാനിത് അങ്ങ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അങ്ങ് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും. ഒന്നുകൂടെ താഴേന്ന് അധികം സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പോയിട്ട് തിരിച്ചു വരും. അങ്ങനെ ഇത് തിരിച്ചു വരാതെ ഇത് ജസ്റ്റ് ഇതേ ഇങ്ങനെ ഇങ്ങോട്ട് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കേണ്ട മിനിമം സ്പീഡ് √5GR ആണ്, √5GR. ആ √5GR പുറപ്പെട്ടാൽ സി ഇത് വെർട്ടിക്കൽ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് കൊടുക്കുന്ന സ്പീഡ് ക്യാൻ ബി എനിത്തിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √5GR. √5GRൻ്റെ മേലെ എത്ര വേണമെങ്കിലും ആവാം. അതിൽ കുറവാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യില്ല, തിരിച്ചു വരും. √5GR അതിൽ കൂടുതലോ കൊടുത്താൽ ഇതിങ്ങനെ വരും. √5GR ആണ് ഇവിടെ കൊടുത്തെങ്കിൽ മേലെത്തുമ്പോഴെന്താവും അറിയോ, √GR ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ സ്ട്രിങ് ഹൊറിസോണ്ടൽ ആകുമ്പോൾ, അതായത് ഇവിടെ എത്തുമ്പോൾ √3GR ഉണ്ടാവുക, √3GR. ഇനി താഴേന്ന് കൊടുക്കുന്ന സ്പീഡ് √5GR അതിൽ കൂടുതൽ എത്രയും വേണമെങ്കിലും ആവാം. മനസ്സിലായില്ലേ? പക്ഷേ ഈ താഴത്തെ ടെൻഷൻ ഉണ്ടല്ലോ, താഴത്തെ ടെൻഷൻ T1 ഈക്വൽ ടു താഴത്തെ വെലോസിറ്റി V1 വിചാരിച്ചു, mv1² L + mg ആണ്. ഓക്കെ, മേലത്തെ ടെൻഷൻ T2. ഓക്കെ, ഇവിടെ എന്താ, ഇവിടുത്തെ ടെൻഷൻ T2. ഓക്കെ, T2 ദിസ് ഈസ് ഈക്വൽ ടു mv2² L പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് -mg. ഓക്കെ, അതിന് ആ താഴത്തെ ടെൻഷനാണ് മാക്സിമം ടെൻഷൻ, മേലത്തെ ടെൻഷനാണ് മിനിമം ടെൻഷൻ.
മേലെത്തുമ്പോഴാണ് ടെൻഷൻ മിനിമം ആവുക, താഴെ എത്തുമ്പോഴാണ് ടെൻഷൻ മാക്സിമം ആവുക. പക്ഷേ ഈ T1 - T2 ഉണ്ടല്ലോ 6 mg, ഇത് എപ്പോഴും കറക്റ്റാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, ഈ താഴത്തെ സ്പീഡ് ക്യാൻ ബി എനിത്തിങ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √5 GR. √5 GR അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആവാം, സർക്കിൾ കംപ്ലീറ്റ് ചെയ്യും. √5 GR കുറവാണെങ്കിൽ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യില്ല. പക്ഷേ ഇവിടുത്തെ സ്പീഡ് എത്രയാണെങ്കിലും ഈ ഡിഫറൻസ് വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, അതേപോലെ വ്യത്യാസമില്ലാതെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് താഴത്തെ സ്പീഡ്, ഇവിടുത്തെ സ്പീഡ് എന്താ, ഇവിടുത്തെ സ്പീഡ് V1 ആണ്, ഇവിടുത്തെ സ്പീഡ് ദിസ് ഈസ് V1, ഇവിടുത്തെ സ്പീഡ് V1. ആ V1ൻ്റെ മിനിമം വാല്യൂ ആണ് ഇത്. അതേപോലെ ഇവിടുത്തെ സ്പീഡ് എന്താ, ഇവിടുത്തെ സ്പീഡ് V2 ആണ്. ആ V2ൻ്റെ മിനിമം വാല്യൂ ആണ് √GR ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ സർക്കിൾ. ഇനി എന്താണോ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് V1² - V2². ദിസ് ഈസ് ഈക്വൽ ടു 4GL എന്നാണ്. V1² - V2² ഈക്വൽ ടു 4GL. സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ താഴത്തെ സ്പീഡ് √5 GR എങ്കിലും വേണം. പക്ഷെ അതിൽ കൂടുതൽ എത്രയാവാം. √5 GR ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ √GR, ഇവിടെ കൂടുതലാണെങ്കിൽ ഇവിടെയും കൂടുതലുണ്ടാവും. പക്ഷേ ഇവിടുത്തെ ടെൻഷനും ഇവിടുത്തെ ടെൻഷനും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 6 mg ആണ്. അതുപോലെ ഇവിടുത്തെ വെലോസിറ്റി സ്ക്വയർ മൈനസ് ഇവിടുത്തെ വെലോസിറ്റി സ്ക്വയർ എപ്പോഴും 4g അല്ല. ഓക്കെ, അത് എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട നിങ്ങളവിടെ മനസ്സിലാക്കേണ്ട മോഷൻ ഇൻ എ വെർട്ടിക്കൽ സർക്കിൾ. ഇനി ഈ ക്രിട്ടിക്കൽ കേസിൽ, അതായത് ഇവിടെ √5 GR ആകുമ്പോൾ ഇറ്റ് ജസ്റ്റ് കംപ്ലീറ്റ്സ് ദ സർക്കിൾ എന്നാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ടെൻഷൻ 0യാണ്, സ്ട്രിങ്ങിലെ ടെൻഷൻ 0 ആണ്. മനസ്സിലായി? അപ്പോൾ ഇവിടെ 6 mg ആണ് ടെൻഷൻ ഉണ്ടാവുക. ഓക്കെ, പിന്നെ നിങ്ങൾ അറിയേണ്ടത് എന്താണോ, ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻസ് தான். ടോട്ടൽ മൊമെൻറ്റവും ടോട്ടൽ എനർജിയും എല്ലാ കൊളീഷനിലും കൺസേർവ് ചെയ്യും. കൈനറ്റിക് എനർജി സെപ്പറേറ്റ് ആയിട്ട് കൺസേർവ് ചെയ്യുകയാണെങ്കിൽ അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞാൽ നെഗറ്റീവ് ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ V1 - V2, റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ U1 - U2. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ E. അതിൽ E ഈക്വൽ ടു 1 ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് കേട്ടോ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഈ ലെസ് ദാൻ 1 ആണെങ്കിൽ അതെന്താ, ഇൻഇലാസ്റ്റിക് ആണ്, ഇൻഇലാസ്റ്റിക്. ഓക്കെ, ഈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ കൊളീഷന് ശേഷം രണ്ടും കൂടെ സ്റ്റിക്ക് ചെയ്തു എന്നാ, രണ്ടും കൂടെ ഒന്നായി, രണ്ട് ബോഡിയും കൂടെ ഒന്നായിട്ട് ഒരുമിച്ച് മൂവ് ചെയ്യുക. അതിനെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയാം, പ്ലാസ്റ്റിക് കൊളീഷൻ. ഇവിടെയാണ് എന്താ മാക്സിമം എനർജി ലോസ് ഉണ്ടാവുക എവിടെയാണ്. ഓക്കെ, അതിൽ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി സെപ്പറേറ്റ് ആയിട്ട് കൺസേർവ് ചെയ്യും. കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ വിൽ ബി ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. ഇനി ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 dimension എന്നാണ്. അതായത് നിങ്ങൾ ഹെഡ് ഓൺ കൊളീഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, രണ്ട് ബോഡി ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വന്ന് കൂട്ടിമുട്ടുക എന്ന്. അതല്ല, ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ വരിക എന്നാണ്, ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വരണം എന്നില്ല. അതായത് 1 dimensional കൊളീഷനെയാണ് നമ്മൾ ഈ ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ 2 bodies are moving along a line with velocities U1 and U2 before collision. After collision V1 and V2 ആണ്. ഓക്കെ, 1 dimensional ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അതായത് കൈനറ്റിക് എനർജിയും കൺസേർവ് ചെയ്യും, മൊമെൻറ്റവും കൺസേർവ് ചെയ്യും. അപ്പോൾ ആഫ്റ്റർ കൊളീഷൻ V1, അതായത് ബിഫോർ കൊളീഷൻ വെലോസിറ്റീസ് എന്താ U1 U2 ആ. ഓക്കെ, V1 പറഞ്ഞ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ, ദിസ് ഈസ് M1 - M2, ഓക്കെ, ഡിവൈഡഡ് ബൈ M1 + M2, ഓക്കെ, ഇൻറ്റു U1, ഓക്കെ, പ്ലസ് പിന്നെന്താ 2M2 ഡിവൈഡഡ് ബൈ M1 + M2, ഓക്കെ, ഇൻറ്റു U2. ഇതാണ് വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ബോഡി ആഫ്റ്റർ കൊളീഷൻ. ഇനി ഇവിടെ എവിടെയൊക്കെ 1 ഉണ്ടോ അവിടെയൊക്കെ 2 കൊടുക്കുക, എവിടെയൊക്കെ 2 ഉണ്ടോ അവിടെയൊക്കെ 1 എടുക്കുക. അപ്പോൾ ഇവിടെ എന്താ വരിക, V2 എന്ന് വരും. V2 എന്ന് പറഞ്ഞാൽ അപ്പോൾ V2 കിട്ടും. ഓക്കെ, എവിടെയൊക്കെ 1ഉം 2 ഇൻ്റർചേഞ്ച് ചെയ്താൽ, അതായത് ഒന്ന് അറിഞ്ഞെങ്കിൽ മറ്റത് കണ്ടുപിടിക്കാമെന്നർത്ഥം. ഓക്കെ, എവിടെയൊക്കെ 1 ഉണ്ടോ അവിടെയൊക്കെ 2 കൊടുക്കുക, എവിടെയൊക്കെ 2 ഉണ്ടോ അവിടെയൊക്കെ 1 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് V2ൻ്റെ എക്സ്പ്രഷൻ കിട്ടും ഈസി ആയിട്ട്. വേറൊന്നും അതിനകത്ത് മനസ്സിലാക്കാനില്ല. പിന്നെ ഈ 1 dimensional ഇലാസ്റ്റിക് കൊളീഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ അറിയോ, when 2 bodies of equal masses collide with each other they exchange their velocities എന്നാ. അതായത് മാസ് ഈക്വൽ ആകുമ്പോൾ, അതായത് ഇപ്പോൾ M1 = M2 ആകുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ, വെലോസിറ്റി V1 ഓഫ് ദ ഫസ്റ്റ് ബോഡി ആഫ്റ്റർ കൊളീഷൻ അതെന്താവും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് ബോഡി ബിഫോർ കൊളീഷൻ. അതുപോലെ നമുക്ക് V2 വെലോസിറ്റി ഓഫ് ദി സെക്കൻഡ് ബോഡി ആഫ്റ്റർ കൊളീഷൻ വിൽ ബി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ബോഡി ബിഫോർ കൊളീഷൻ. അതായത് ഇഫ് ദ മാസസ് ആർ ഈക്വൽ ദേ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ്. ഓക്കെ, ദേ എക്സ്ചേഞ്ച് ദെയർ വെലോസിറ്റീസ് വാട്ട് എന്താ പിന്നെ അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, റൈറ്റ്സ്. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, നമ്മളെ
ഇവിടെ കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യുന്ന. അപ്പോൾ ഇനീഷ്യലി ഫസ്റ്റ് ബോഡി മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ വിചാരിക്കുക. ഇനീഷ്യലി ഫസ്റ്റ് ബോഡി മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, സെക്കൻഡ് ബോഡി മൂവ് ചെയ്യുന്നില്ല. അതായത് U2 = 0 ആണ്. U2 0 ആണ്. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ M1 - M2/M1 + M2 × U1 വരും. അപ്പോൾ ഇനീഷ്യലി മുഴുവൻ കൈനറ്റിക് എനർജിയും ഫസ്റ്റ് ബോഡിയുടെ അടുത്താണ്. പക്ഷേ കൊളീഷൻ കഴിയുമ്പോൾ രണ്ട് ബോഡി മൂവ് ചെയ്യും, കൈനറ്റിക് എനർജി കൺസേർവ് ചെയ്യും. അതായത് ഫസ്റ്റ് ബോഡിയിൽ ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി രണ്ട് ബോഡിയിലേക്ക് പോയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, നഷ്ടപ്പെട്ടിട്ടില്ല. അവിടെ എന്താ സംഭവിക്കുക അറിയോ? ഫസ്റ്റ് ബോഡി അതിൻ്റെ അടുത്തുണ്ടായിരുന്ന കൈനറ്റിക് എനർജി ഒരു പാർട്ട് സെക്കൻഡ് ബോഡിക്ക് കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് എ ബോഡി മൂവിങ് വിത്ത് സെർട്ടൈൻ കൈനറ്റിക് എനർജി കൊളൈഡ്സ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കലി വിത്ത് അനദർ ബോഡി അറ്റ് റെസ്റ്റ്. അപ്പോൾ ഈ ഫസ്റ്റ് ബോഡി ട്രാൻസ്ഫേഴ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ടു ദ സെക്കൻഡ്. അത് എത്ര പാർട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഓക്കെ, അത് എത്ര പാർട്ട് ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ട്രാൻസ്ഫേർഡ് ടു ദ സെക്കൻഡ് ബോഡി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ് കേട്ടോ. എന്താ 4m1 m2 ഡിവൈഡഡ് ബൈ പിന്നെന്താ m1 + m2 ഓക്കെ ഹോൾ സ്ക്വയർ, m1 + m2 ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ട്രാൻസ്ഫേർഡ്. ഓക്കെ, ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ട്രാൻസ്ഫേർഡ്. സ്പെല്ലിംഗ് നോക്കരുത് നിങ്ങൾ കേട്ടോ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ട്രാൻസ്ഫേർഡ് 4m1 m2 ദിസ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ട്രാൻസ്ഫേർഡ് ടു ദ സെക്കൻഡ് ബോഡി. ദെൻ ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി റീറ്റെയിൻഡ്. ഫസ്റ്റ് ബോഡി ഒരു പാർട്ട് ട്രാൻസ്ഫർ ചെയ്തു, അത് ഇതാണ്. അപ്പോൾ റീറ്റെയിൻ ചെയ്തത് എത്രയാ? റീറ്റെയിൻ ചെയ്തത് നോക്കൂ, m1 - m2 ഡിവൈഡഡ് ബൈ m1 + m2 ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ദ ഫ്രാക്ഷൻ റീറ്റെയിൻഡ് ബൈ ദ ഫസ്റ്റ് ബോഡി. ഫ്രാക്ഷൻ റീറ്റെയിൻഡ് ബൈ ദ ഫസ്റ്റ് ബോഡി. ഓക്കെ, ഇത് എന്താ പറയുക, ഇപ്പോൾ ന്യൂക്ലിയസ്. കാരണം സാധാരണ നമ്മൾ കാണുന്ന കൊളീഷൻസ് ഉണ്ടല്ലോ, കാണുന്ന കൊളീഷൻസ് ഒക്കെ ഇലാസ്റ്റിക് ആണ്. മനസ്സിലായില്ലേ? നമുക്ക് കാണുന്ന കൊളീഷനിൽ ഏറ്റവും ഇലാസ്റ്റിക്കിനോട് അടുത്ത് കിടക്കുന്ന കൊളീഷൻ ബിറ്റ്വീൻ സ്മൂത്ത് മാർബിൾ ബാൾസ് ആൻഡ് ഗ്ലാസ് ബാൾസ് എന്നാണ്. പിന്നെ കൊളീഷൻ ബിറ്റ്വീൻ ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾസ്, അറ്റമിക് ആൻഡ് സബ് അറ്റമിക് പാർട്ടിക്കിൾസ്, ഇതൊക്കെ ഇലാസ്റ്റിക് കൊളീഷൻസ് ആണ്. അപ്പോൾ അവിടെയൊക്കെ ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അതിൻ്റെ ഒരു കാര്യം. പിന്നെ നിങ്ങൾ അറിയേണ്ടത് വേറൊരു കാര്യം എന്താണെന്നറിയോ? പവർ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, അതാണ് പവർ. അപ്പോൾ പവർ P = ഫോഴ്സ് ഡോട്ട് വെലോസിറ്റി, പവർ സ്കെയിലാറാ. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് dW/dt. അത് അറിയണം. ഓക്കെ, പിന്നെ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ HP, ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആണ്. അത് 746 വാട്ട്സ് എന്നാണ്. 746 എടുത്ത് നിൽക്കണ്ട, അതൊക്കെ നിങ്ങൾ 750 എന്നൊക്കെ എടുത്തിട്ട് അടിച്ചേക്കണം കേട്ടോ. 746 വാട്ട്സ് ഹോഴ്സ് പവർ. പിന്നെ കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇലക്ട്രിക് എനർജി ഒക്കെ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ്. ഓക്കെ, കൊമേഴ്ഷ്യൽ യൂണിറ്റ്. അതിൽ 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.6 × 10⁻⁶ ജൂൾ എന്നാണ്. 1 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 10⁻3. വാട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൾ/സെക്കൻഡാ. അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ്സാണ്. അതിൽ ഓരോ മിനിറ്റും 60 സെക്കൻഡാണ്. അപ്പോൾ ഇങ്ങനെ വരിക, മനസ്സിലായി? 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. കിലോ എന്ന് പറഞ്ഞാൽ 10⁻3, വാട്ട് എന്ന് പറഞ്ഞാൽ ജൂൾ/സെക്കൻഡ്. പിന്നെ അവർ എന്ന് പറഞ്ഞാൽ 60 × 60 സെക്കൻഡ്സ്. ഇത് ചെയ്താലാണ് ഈ സാധനം കിട്ടുക കേട്ടോ. 3.6 × 10⁻6 ജൂൾ എന്ന് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വർക്ക് എനർജി പവറിൻ്റെ കാര്യമാണ്. റൈറ്റ്. ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയോ? അടുത്ത പരിപാടി ഞാൻ പറയാം. അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആൻഡ് സ്റ്റോപ്പിംഗ് ടൈമാണ്. ഓക്കെ, അതിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 1 ഡയമെൻഷണൽ മോഷനിൽ തന്നെ നിങ്ങളോട് ചോദിക്കാം. അത് അവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ S = സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് U² / 2a എന്നാണ്. അവിടെ ചോദിക്കുകയാണെങ്കിൽ ഈ ഫോർമുല വെച്ച് കാച്ചിയേക്ക് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്താണെന്നറിയോ? നമ്മൾ എ ലൈറ്റ് വെഹിക്കിൾ ആൻഡ് എ ഹെവി വെഹിക്കിൾ. ഇപ്പോൾ സാധാരണ കാർ ആൻഡ് എ ട്രക്ക്. കാർ എന്ന് പറഞ്ഞാൽ ലൈറ്റാണ് റിലേറ്റീവ്ലി, പിന്നെ ട്രക്ക് എന്ന് പറഞ്ഞാൽ കാറിനേക്കാൾ ഹെവിയറാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ മൊമെൻറ്റത്തിൽ മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഈ ബോത്ത് ബ്രേക്സ് പ്രൊവൈഡ് ഈക്വൽ റിട്ടാർഡിംഗ് ഫോഴ്സ്. മനസ്സിലായില്ലേ? വിച്ച് വൺ വിൽ കം ടു റെസ്റ്റ് ഇൻ ഷോർട്ടർ ടൈം, വിച്ച് വൺ വിൽ കം ടു റെസ്റ്റ് ഇൻ ഷോർട്ടർ ഡിസ്റ്റൻസ്? ഇതാണ് ചോദ്യം. ഏത് കുറഞ്ഞ സമയത്തിൽ റെസ്റ്റിൽ വരും, ഏത് കുറഞ്ഞ ദൂരത്തിൽ റെസ്റ്റിൽ വരും? കാറിൽ ബ്രേക്ക് കൊടുക്കുന്ന ഫോഴ്സും ട്രക്കിൽ ബ്രേക്ക് കൊടുക്കുന്ന ഫോഴ്സും ഈക്വലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാമെന്നറിയാം? ഫോഴ്സ് ഇവിടെ റിട്ടാർഡിംഗ് ഫോഴ്സാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ റിട്ടാർഡിംഗ് ഫോഴ്സാണ്. ഓക്കെ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം എന്നാണ്. ഫിസിക്സിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫൈനൽ മൈനസ് ഇനീഷ്യലാണ്. ഇവിടെ റെസ്റ്റിലേക്ക് പറയുമ്പോൾ ഫൈനൽ മൊമെൻറ്റം 0, ഇനീഷ്യൽ മൊമെൻറ്റം P ഡിവൈഡഡ് ബൈ ടൈം. ഇതാണ് ഫോഴ്സ്. അപ്പോൾ ഇവിടുന്ന് ആ ടൈം, സ്റ്റോപ്പിംഗ് ടൈം എന്ന് പറഞ്ഞാൽ P ഇനീഷ്യൽ മൊമെൻറ്റം ഡിവൈഡ് ബൈ
ബ്രേക്കിംഗ് ഫോഴ്സ്. ഈ മൊമെൻറ്റത്തിന് നമുക്ക് റൂട്ട് ഓഫ് 2 ഇൻറ്റു മാസ് ഇൻറ്റു കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ എന്താ ബ്രേക്കിംഗ് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് സ്റ്റോപ്പിംഗ് ടൈമിൻ്റെ ഫോർമുല, സ്റ്റോപ്പിംഗ് ടൈം. ഓക്കെ, ഇനി നമ്മൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അതാണ് വർക്ക് ഡൺ. മൈനസ് കൊടുക്കാൻ കാര്യം എന്താ, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്, ബ്രേക്കിംഗ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് വർക്ക് ഡൺ ഈക്വൽ ടു എന്താ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാ, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി കെ. ഫൈനൽ കൈനറ്റിക് എനർജി 0 ആവാൻ കാര്യം എന്താ, റെസ്റ്റിലേക്ക് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താ വരിക, കെ ഡിവൈഡഡ് ബൈ എഫ് എന്ന് വരും. ഓക്കെ, ആൻഡ് ഈ കെ ഉണ്ടല്ലോ, ആ കെ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി നമുക്ക് എന്താ എഴുതാം, പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m എന്ന് എഴുതാം. ഓക്കെ, പിന്നെന്താ ബ്രേക്കിംഗ് ഫോഴ്സ് എഫ്. ഓക്കെ, ദേ ഇങ്ങനെ എഴുതാം. നോക്കൂ, ഇനി എന്താണെന്നറിയോ, കാർ ആൻഡ് എ ട്രക്ക് ആർ മൂവിങ് വിത്ത് ഈക്വൽ ലീനിയർ മൊമെൻറ്റം. രണ്ടിനും ഒരേ മൊമെൻറ്റാണ്. ഒരേ മൊമെൻറ്റം ആകുമ്പോൾ നോക്കൂ, രണ്ടിലും ഒരേ മൊമെൻറ്റം, ഒരേ ഫോഴ്സ്, ഒരേ ടൈമിൽ നിൽക്കും. മൊമെൻറ്റം സെയിം ആകുമ്പോൾ സമയം സെയിം ആവും. മൊമെൻറ്റം സെയിം ആകുമ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല ഇതാണ്. നോക്കൂ, മൊമെൻറ്റം സെയിം ആകുമ്പോൾ നോക്കൂ, ഇത്രയും സാധനം സെയിമാണ്. കാറിനും ട്രക്കിനും പി സെയിമാണ്, ബ്രേക്കിംഗ് ഫോഴ്സ് സെയിമാണ്, പിന്നെ എല്ലാവർക്കും 2 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡിസ്പ്ലേസ്മെൻറ്റ് പ്രപ്പോർഷണൽ ടു 1/m എന്ന. മാസ് കുറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടും, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. മാസ് കൂടുമ്പോൾ, അതായത് ട്രക്ക് വിൽ കം ടു റെസ്റ്റ് ഇൻ എ ഷോർട്ടർ ഡിസ്റ്റൻസ്. ഓക്കെ, എപ്പോൾ നമ്മളുടെ മൊമെൻറ്റം സെയിം ആകുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത് എന്താണെന്നറിയോ, എ കാർ ആൻഡ് എ ട്രക്ക് ആർ മൂവിങ് വിത്ത് ഈക്വൽ കൈനറ്റിക് എനർജി, വിച്ച് വൺ കംസ് ടു റെസ്റ്റ് ഇൻ ഷോർട്ടർ ഡിസ്റ്റൻസ്. നോക്കൂ, ഡിസ്റ്റൻസിൻ്റെ ഫോർമുല ഇതാണ്, ഒരേ കൈനറ്റിക് എനർജി ഒരേ ഫോഴ്സ്, രണ്ടും ഒരേ ഡിസ്റ്റൻസിൽ നിൽക്കും. ഓക്കെ, കൈനറ്റിക് എനർജി സെയിം ആകുമ്പോൾ വിച്ച് വൺ വിൽ കം ടു റെസ്റ്റ് ഇൻ ഷോർട്ടർ ടൈം. ടൈമിൻ്റെ ഫോർമുല ഇതാ, കൈനറ്റിക് എനർജി സെയിം ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി സെയിം ആണ്, ഫോഴ്സ് സെയിം ആണ്, പിന്നെ എല്ലാവർക്കും സെയിം ആണ്. അപ്പോൾ അവിടെ ടൈം എന്താ, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മാസ് എന്നാ. അപ്പോൾ വിച്ച് വൺ വിൽ കം ടു റെസ്റ്റ് ഇൻ ഷോർട്ടർ ടൈം എന്ന് പറഞ്ഞാൽ മാസ് കുറവുള്ള ബോഡി, അതായത് കാർ വിൽ കം ടു റെസ്റ്റ് ഇൻ ഷോർട്ടർ ടൈം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് 4 വിധത്തിൽ ചോദ്യങ്ങൾ വരാം. ഏതെങ്കിലും ഒന്നേ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുള്ളൂ. അത് മൊമെൻറ്റം സെയിം ആണെങ്കിൽ വിച്ച് വിൽ കം ടു റെസ്റ്റ് ഇൻ ഷോർട്ടർ ടൈം, വിച്ച് വിൽ കം ടു റെസ്റ്റ് ഇൻ ഷോർട്ടർ ഡിസ്റ്റൻസ്. മൊമെൻറ്റം സെയിം ആകുമ്പോൾ ബോത്ത് വിൽ കം ടു റെസ്റ്റ് ഇൻ ഈക്വൽ ടൈം. ഓക്കെ, സെയിം ടൈം, മനസ്സിലായില്ലേ? പിന്നെ കൈനറ്റിക് എനർജി സെയിം ആകുമ്പോൾ വിച്ച് വിൽ കം ടു റെസ്റ്റ് ഇൻ ഷോർട്ടർ ഡിസ്റ്റൻസ്, വിച്ച് വിൽ കം ടു റെസ്റ്റ് ഇൻ ഷോർട്ടർ ടൈം. കൈനറ്റിക് എനർജി സെയിം ആകുമ്പോൾ ബോത്ത് വിൽ കം ടു റെസ്റ്റ് ഇൻ ദ സെയിം ടൈം. ഓക്കെ, അപ്പോൾ അതാണ് അതിനകത്തുള്ളത്. ഓക്കെ, ഇനി അടുത്തത് മോഷൻ ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി എന്നാണ്. അതായത് നമ്മളുടെ റൊട്ടേഷണൽ മോഷൻ. ഈ റൊട്ടേഷണൽ മോഷനിൽ സെൻറ്റർ ഓഫ് മാസ് ഓഫ് 2 പാർട്ടിക്കിൾ സിസ്റ്റം മാത്രമേ ഉള്ളൂ. അതായത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദി 2 പാർട്ടിക്കിൾ സിസ്റ്റം, അതായത് നമുക്ക് ഇവിടെ എന്ത് പറയാമെന്ന് അറിയോ, പൊസിഷൻ വെക്ടർ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ആർ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, m1r1 ഓക്കെ പ്ലസ് m2r2 ഓക്കെ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഓക്കെ. ഇവിടുന്ന് നമ്മളിപ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആണ് തന്നിരിക്കണേ വിചാരിക്കുക. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കാണാൻ എന്താ, ഇതേപോലെ തന്നെ ഓക്കോ, നമുക്ക് എന്ത് പറയാം, m1 x1. അത് വെക്ടർ അല്ല കേട്ടോ, കോർഡിനേറ്റ് കാണുമ്പോൾ m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. വൈ ആണെങ്കിൽ എന്താ, എക്സിന് പകരം വൈ കൊടുക്കണം, ഞാൻ എഴുതണ്ടല്ലോ, m1 y1 പ്ലസ് m2 y2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. വെലോസിറ്റി ആണെങ്കിൽ എന്താ വരിക എന്നറിയോ, വെലോസിറ്റി ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v ഈക്വൽ ടു ഇതേപോലെ തന്നെ കേട്ടോ, ഇതേപോലെ തന്നെ m1 v1 പ്ലസ് m2 v2 ഓക്കെ, m2 v2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഓക്കെ. ഇനി ആക്സലറേഷൻ ആണെങ്കിൽ ഇതേപോലെ തന്നെ, ആക്സലറേഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു m1 a1 പ്ലസ് m2 a2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. അത് പ്രശ്നമില്ല കേട്ടോ. പിന്നെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് 2 പാർട്ടിക്കിൾ സിസ്റ്റം, മൊമെൻറ്റം കൺസർവേഷൻ ആൻഡ് സെൻറ്റർ ഓഫ് മാസ് മോഷൻ. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് മോഷൻ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ഒക്കെയാണ് നിങ്ങൾ അറിയേണ്ടത്, മനസ്സിലായില്ലേ? സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡിയുടെ അത് ഇപ്പോൾ ഞാൻ പറയേണ്ട, സ്പിയർ ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ ജോമെട്രിക്കൽ സെൻറ്ററിലാവും. ഈ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഐഡിയ പറയാം. ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ മാസ് ആവണം, ഫ്രണ്ടിലും ബാക്കിലും ഒരേ മാസ് ആവണം, മേലെയും താഴെയും ഒരേ മാസ് ആവണം. അതാണ് ഈ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ, സിമെട്രിക്കൽ ആയിട്ടുള്ള ഇതാവണം. അപ്പോൾ റെഗുലർ ബോഡീസിൻ്റെയൊക്കെ ജോമെട്രിക്കൽ സെൻറ്ററിലാവും മാസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ നിങ്ങൾ അറിയേണ്ടത് എന്താ, സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി, സെൻറ്റർ ഓഫ് മാസ് ഓഫ് യൂണിഫോം റോഡ്, സർക്കുലർ റിങ്, ഡിസ്ക് ആൻഡ് സ്ഫിയർ. ഡിസ്കിൻ്റെയൊക്കെ സെൻറ്ററിലാണ്, റിങ്ങിൻ്റെ സെൻറ്ററിലാണ്, സ്ഫിയറിൻ്റെ സെൻറ്ററിലാണ്. ഓക്കെ, പിന്നെ മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ടോർക്കാണ് കേട്ടോ, ടോർക്ക്. അപ്പോൾ ഈ ടോർക്ക് എന്ന് പറഞ്ഞാൽ ടേണിംഗ് ഇഫക്റ്റ്, ടേണിംഗ് ഇഫക്റ്റ് ദിസ് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്നാണ്, ആർ ക്രോസ് എഫ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം കാണുക, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയും.
ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് വേറെ ഒരു പേരുണ്ട്, അതെന്താണെന്ന് അറിയോ? ഫോഴ്സ് ഇൻറ്റു ലിവർ ആം എന്നാണ്. ലിവർ ആം LE ആണ് കേട്ടോ, ലിവർ ആം. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. ലിവർ ആം എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ്. അതിൽ പിന്നെ എന്താ ഇക്വിലിബ്രിയം ഓഫ് റിജിഡ് ബോഡീസ്, പിന്നെ അതിന് മുമ്പ് എന്താ മൊമെൻ്റ് ഓഫ് ഫോഴ്സ്, ടോർക്ക്, ആംഗുലർ മൊമെൻറ്റം. ഈ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റം L, ദിസ് ഈസ് ഈക്വൽ ടു പിന്നെന്താ R ക്രോസ് P എന്ന് പറയാം. R ക്രോസ് P ഒരു ഫോർമുല. ഓക്കെ, അത് നമുക്ക് എന്ത് പറയാം, അതായത് ലീനിയർ മൊമെൻറ്റം. ഓക്കെ, ലീനിയർ മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നോ അല്ലെങ്കിൽ ലിവർ ആം എന്നോ പറയാം. ഓക്കെ, ലിവർ ആം, ലീനിയർ മൊമെൻറ്റം ഇൻറ്റു ലിവർ ആം. അത് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഒരു ഫോർമുലയാണ്, ലീനിയർ മൊമെൻറ്റം ഇൻറ്റു ലിവർ ആം എന്ന്. ഇനി മറ്റൊരു ഫോർമുലയും കൂടെ ആംഗുലർ മൊമെൻറ്റത്തിനുണ്ട്. അതിൽ എന്താ പറയുക, ഇപ്പോൾ ആംഗുലാർ മൊമെൻറ്റം എന്താ, ആംഗുലർ മൊമെൻറ്റം L ഈക്വൽ ടു I ഒമേഗ എന്നാണ്. I ഒമേഗ. അതിൽ I എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനർഷിയാണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇക്വിലിബ്രിയം എന്താ ടോർക്ക്, ആംഗുലർ മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം വിത്ത് സം എക്സാമ്പിൾസ്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ നമ്മൾ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു നമ്മൾ dp/dt എന്ന് വരും. dp/dt. P എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റം ആണ്, F എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്. കറസ്പോണ്ടിങ് റിലേഷൻ റൊട്ടേഷണൽ മോഷനിൽ എന്താണെന്ന് അറിയോ? ടോർക്ക് ടോ ഈക്വൽ ടു dL/dt എന്നാണ്, dL/dt. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം എന്താണെന്നറിയോ? നമ്മൾ F0 ആവുമ്പോൾ എന്താ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആവുന്ന, ഇറ്റ്സ് കോൾഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അതുപോലെ ടോർക്ക് 0 ആവുമ്പോൾ ആംഗുലർ മൊമെൻറ്റം L ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ്, ഇറ്റ്സ് കോൾഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, ഈ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് I1 ഒമേഗ 1 ഈക്വൽ ടു I2 ഒമേഗ 2. ഓക്കെ, I1 ഒമേഗ 1 ഈക്വൽ ടു I2 ഒമേഗ 2. ഇനി എക്സാമ്പിൾസ് ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. എന്താ അതിൽ, ഇപ്പോൾ ഒരാൾ എന്താ പറയുക ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്, പിന്നെ അയാളുടെ എന്താ രണ്ട് വെയിറ്റ് ഇങ്ങനെ കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് രണ്ട് കയ്യിലും രണ്ട് വെയിറ്റ് ഉണ്ട്. ഇനി അയാൾ ആ കൈ രണ്ടും കൊണ്ട് താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ, ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കുറയും, അപ്പോൾ ആംഗുലർ വെലോസിറ്റി കൂടും, അയാൾ ഫാസ്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായില്ലേ? ഇനി അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഇതിപ്പോൾ ഇത് ഒരു റിങ്ങോ ഡിസ്കോ എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഇപ്പോൾ റിംഗ് ആണ് വിചാരിച്ചോ. അപ്പോൾ റിങ്ങിൻ്റെ മാസ് M ആണ്, റേഡിയസ് R ആണ്. അപ്പോൾ M ഉണ്ട് R², ഇതാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, mr² ഇൻറ്റു ഒമേഗ. റൈറ്റ്? ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ മാസ് എത്രയാണ്? ഇതിൻ്റെ മാസ് ക്യാപിറ്റൽ M റിങ്ങിൻ്റെ. ഓക്കെ, ഇവിടെ ഞാനൊരു സ്മോൾ എമ്മും ഇവിടെ ഞാനൊരു സ്മോൾ എമ്മും ജെൻലി പ്ലേസ്ഡ് എന്നാ, ഡിസ്റ്റർബ് ചെയ്യാണ്ട് പതുക്കെ അങ്ങ് വെച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കൂടും. അതായത് റിങ്ങിൻ്റെ mr² ഉണ്ട്, അത് കൂടാണ്ട് എന്താ സ്മോൾ M ഇൻറ്റു R² ഒരു സൈഡിൽ, റൈറ്റ്, സ്മോൾ M ഇൻറ്റു R² ഒരു സൈഡിൽ, പിന്നെ അടുത്തത് എന്താ, അടുത്തത് വീണ്ടും എന്താ പ്ലസ് സ്മോൾ M ഇൻറ്റു R² അടുത്തതിൻ്റെ. ഓക്കെ, ഇതാണ് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വരിക, ഇൻറ്റു ഒമേഗ ഡാഷ് വരും. I1 ഒമേഗ 1 ഈക്വൽ ടു I2 ഒമേഗ 2 എന്നാണ് ഞാനിപ്പോൾ എഴുതിയത്. അപ്പോൾ അവിടുന്ന് ഒമേഗ ഡാഷ് ഈക്വൽ ടു നമുക്ക് എന്താ വരികയെന്നോ, ക്യാപിറ്റൽ M ഡിവൈഡ് ബൈ ക്യാപിറ്റൽ M പ്ലസ് 2M. ഓക്കെ, ഇൻറ്റു ഒമേഗ എന്ന് വരും. ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്തത് എന്താണെന്നറിയോ? പിന്നെ കമ്പാരിസൺ ഓഫ് ലീനിയർ ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നാണ്. അത് ഒരു അടിപൊളി ഏർപ്പാടാണ്, കമ്പാരിസൺ ഓഫ് ലീനിയർ ആൻഡ് റൊട്ടേഷണൽ മോഷൻസ്. അതിൽ നമുക്ക് എന്താണോ V ഈക്വൽ ടു U പ്ലസ് AT. അതേപോലെ ഇവിടെ നമുക്ക് എന്താ ഒമേഗ ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി. എ എന്ന് പറഞ്ഞാൽ ലീനിയർ ആക്സലേഷൻ ആണ്, ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സലേഷനാണ്. ഓക്കെ, ഇനി എന്താ S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT² വിചാരിച്ചോ. S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT². അപ്പോൾ ഇവിടെ എന്താ തീറ്റ ഈക്വൽ ടു എന്താ ഒമേഗ 0t പ്ലസ് ഹാഫ് എന്താ ആൽഫ T². ഓക്കെ, ആൽഫ T². ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് V² ഈക്വൽ ടു എന്താ U² പ്ലസ് 2AS പറയാം, 2AS. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് പറയാം, ഇവിടെ ഒമേഗ² ഫൈനൽ ആംഗുലർ വെലോസിറ്റി, ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ 0² പ്ലസ് 2 ആൽഫ തീറ്റ. ഓക്കെ, പിന്നെ നമുക്ക് എന്താ ലീനിയർ മൊമെൻറ്റം P ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അതിന് പകരം ഇവിടെ എന്താ ആംഗുലർ മൊമെൻറ്റം L ഈക്വൽ ടു I ഒമേഗ, അതായത് മാസിന് പകരമാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്നർത്ഥം. പിന്നെ ഇവിടെ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv² ആണ്, ഹാഫ് mv². ഇവിടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കേട്ടോ, ഇത് ഹാഫ്
മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ലീനിയർ വെലോസിറ്റിക്ക് പകരം ആംഗുലർ വെലോസിറ്റി. ഇത് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയാണ്, ഇത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈ വിത്ത് സഫിക്സ് ആർ. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ എഫ് ഈക്വൽ ടു എം എ പറയില്ലേ, അപ്പോൾ എഫ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ അതിന് പകരം എന്താ, ടോർക്ക് ടോ ഈക്വൽ ടു എന്താ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആംഗുലർ ആക്സിലറേഷൻ. അങ്ങനെ ലീനിയർ മെക്കാനിക്സിൽ പറയുന്ന ഏത് ഇക്വേഷനും ഏത് ഫോർമുലയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് അവിടെ ലീനിയർ മെക്കാനിക്സിലെ മാസിന് പകരം ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്, അവിടുത്തെ ഫോഴ്സിന് പകരം ഇവിടെ ടോർക്കാണ്. ലീനിയർ മെക്കാനിക്സിലെ ലീനിയർ മൊമെൻറ്റത്തിന് പകരം ഇവിടെ ആംഗുലർ മൊമെൻറ്റമാണ്, അവിടുത്തെ ലീനിയർ വെലോസിറ്റിക്ക് പകരം ഇവിടെ ആംഗുലർ വെലോസിറ്റിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ. അവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റാണ്, ഇവിടെ ടോർക്ക് ഡോട്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണെന്നറിയോ, പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് മോഷൻ കമ്പാരിസൺ ഓഫ്, അത് നമ്മളിപ്പോൾ പറഞ്ഞു. മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത് ഒന്ന്, പിന്നെ തിൻ യൂണിഫോം റോഡ്. തിൻ യൂണിഫോം റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇതാ ഇങ്ങനെ ഒരു സാധനം. ഓക്കെ. തിൻ യൂണിഫോം റോഡ്, അതിൻ്റെ ഈ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് വെച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ml² ഡിവൈഡഡ് ബൈ 12 ആണ്. ഓക്കെ. പിന്നെ ഈ എഡ്ജിലൂടെ ഒരറ്റത്തൂടെ പാസ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ml²/3 ആണ്. ml²/3. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ, എപ്പോഴും ശ്രദ്ധിക്കുക, ഹോളോ ബോഡിക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാവും. റിംഗ് ഉണ്ട്, ഡിസ്ക് ഉണ്ട്. റിംഗ് ഉണ്ട്, ഡിസ്ക് ഉണ്ട്. അതിൽ ഹോളോ ഏതാ? അതിൽ ഹോളോ എന്ന് പറഞ്ഞാൽ റിംഗ് ആണ്, ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഹോളോ അല്ലല്ലോ. അപ്പോൾ ഈ ഹോളോ ബോഡിക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാവുമെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr² ആണ്, ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr²/2 ആണ്, /2. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒന്ന് mr² ആണോ ഒന്ന് mr²/2 ആണെന്ന് ഓർമ്മ ഉണ്ടാവും, മനസ്സിലാവുണ്ടോ? അതിൽ ഹോളോ ബോഡിക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാവും, അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ mr² ആൻഡ് mr²/2. ഇനി ഈ റിങ്, കുറേ റിങ് മേലെ 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 വെച്ച് കഴിഞ്ഞാൽ ഹോളോ സിലിണ്ടർ കിട്ടും. ഹോളോ സിലിണ്ടറിൻ്റെ റിങ്ങിൻ്റെ അതേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr². ഡിസ്ക് മേലെ 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 വെച്ച് കഴിഞ്ഞാൽ സോളിഡ് സിലിണ്ടർ കിട്ടും. സോളിഡ് സിലിണ്ടറിനും ഡിസ്കിനും mr²/2 ആണ്. ഓക്കെ. പിന്നുള്ളത് ഹോളോ സ്ഫിയറും സോളിഡ് സ്ഫിയറും. ഓക്കെ. അതിൽ നമുക്ക് എന്താ പറയുക, പിന്നെ ഹോളോ സ്ഫിയർ ആൻഡ് സോളിഡ് സ്ഫിയർ. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ, എപ്പോഴും ഹോളോ ബോഡിക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാവും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹോളോ സ്ഫിയർ. ഹോളോ സ്ഫിയർ പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്, 2/3 mr² ആണ്, 2/3 mr². ഓക്കെ. പിന്നെ സോളിഡ് സ്ഫിയർ. ഓക്കെ. സോളിഡ് സ്ഫിയർ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് കുറവാണ് കേട്ടോ, 2/5 mr². 2/3 ആണ് വലുത്, 2/5 ഇങ്ങനെ വരും. പിന്നെ അവർ പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ പിന്നെ അറിയേണ്ടത് റേഡിയസ് ഓഫ് ഗൈറേഷനാണ്. ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല കേട്ടോ അതിനകത്ത്. അതായത് ഏത് ബോഡിയുടെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഈക്വൽ ടു ആ ബോഡിയുടെ മാസ് ഇൻറ്റു k² എന്നങ്ങ് എഴുതുക. ആ k ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. മനസ്സിലായില്ലേ? ആ k ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, റേഡിയസ് ഉള്ള ബോഡിക്കൊക്കെ ഇപ്പോൾ 1/2 mr², 2/3 mr², 2/5 mr² ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? 1/2 mr², 2/3 mr², 2/5 mr² അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഈ k ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. k²/r². k²/r² എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റേഷ്യോ. മനസ്സിലായില്ലേ? ഇപ്പോൾ റിങ്ങിൻ്റെ k²/r² പറഞ്ഞു കഴിഞ്ഞാൽ k²/r². ഓക്കെ. ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റേഷ്യോ. I ഈക്വൽ ടു mk² ആണ്. അപ്പോൾ k²/r² എന്താ, k²/r² ഈക്വൽ ടു 1. k²/r² ഈക്വൽ ടു 1 ഫോർ റിങ്. ഓക്കെ. അല്ലെങ്കിൽ ഹോളോ സിലിണ്ടർ. റിങ്ങിനും ഹോളോ സിലിണ്ടറിനും എന്താ, ഇത് 1 ആണ്. കാരണം റിങ്ങിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr², ഹോളോ സിലിണ്ടറിൻ്റെ mr². അതുപോലെ ഈ k²/r² ഉണ്ടല്ലോ, k² ഡിവൈഡഡ് ബൈ r², ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഫോർ ഡിസ്ക്. ഡിസ്കിനും പിന്നെന്താ സോളിഡ് സിലിണ്ടറിനും ഇതാണ്. ഓക്കെ. ഡിസ്കിനും സോളിഡ് സിലിണ്ടറിനും എന്താ 1/2 ആണ്. ഓക്കെ. ഇനി ദിസ് k² ഡിവൈഡഡ് ബൈ r², ദിസ് ഈസ് ഈ k റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് കേട്ടോ. ദിസ് ഈസ് 2/3 ഫോർ എന്താ ഹോളോ സ്ഫിയർ. ഓക്കെ. ഹോളോ സ്ഫിയർ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷെൽ എന്നാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ പറയേണ്ടത് കേട്ടോ. അതുപോലെ പിന്നെന്താ k² ഡിവൈഡഡ് ബൈ r², ദിസ് ഈസ് ഈക്വൽ ടു 2/5 എന്താ ഫോർ സോളിഡ് സ്ഫിയർ. ഓക്കെ. സോളിഡ് സ്ഫിയർ ഇതാണ്. അതിൽ ആ k ആണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങളാണ് നമ്മളുടെ എന്താ പറയുക
പിന്നെ റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി റൊട്ടേഷൻ എന്ന് പറയുന്ന ഇതിനകത്ത് അറിയേണ്ടത്. ഇനി നമ്മൾക്ക് അറിയേണ്ടത് എന്താണോ, ഗ്രാവിറ്റേഷനാണ്. അതിൽ ഗ്രാവിറ്റേഷനിലെ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് എന്താ, എവരി പ്ലാനറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ അറ്റ് വൺ ഓഫ് ഇറ്റ്സ് ഫോഴ്സ് ചെയ്യുന്ന ലോ ഓഫ് ഓർബിറ്റ്സ്. ഓക്കെ, രണ്ടാമത്തത് എന്താണെന്ന് പറയുക, രണ്ടാമത്തത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സ്ക്വയർ ഓഫ് ദ പീരിയഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ് എന്നുള്ളത്, ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്, അതായത് നമ്മൾ ഇത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സണ്ണുണ്ട് എന്ന് വിചാരിച്ചോ, സണ്ണ്. ഓക്കെ, അതിൽ നമ്മൾ എന്താ, ഇവിടെ നോക്കൂ, ഈ പ്ലാനറ്റ് ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി മാക്സിമം ആണ് കേട്ടോ, വി മാക്സ്. ഓക്കെ, ഇനി ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി മിനിമം ആണ് കേട്ടോ, ദിസ് ഈസ് വി മിനിമം. ഇതാണ് ഫാർദസ്റ്റ് പൊസിഷൻ. ഈ ഫാർദസ്റ്റ് പൊസിഷൻ ഓഫ് ദി പ്ലാനറ്റ് ഉണ്ടല്ലോ, ഇതിന് നമ്മൾ പറയുക അഫീലിയോൺ എന്നാണ് പറയുക കേട്ടോ, അഫീലിയോൺ. ഈ സ്പെല്ലിങ്ങിന് ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ, പക്ഷേ ഞാൻ പറയുന്നതൊക്കെ ശരി മാത്രമാണ്, അഫീലിയോൺ. അതുപോലെ ഇതെന്താ, ഇത് ഡിസ്റ്റൻസ് മിനിമം ആണ്, ഇതിനെ നമ്മൾ പറയുക പെരീലിയോൺ എന്നാണ്, ഹീലിയോൺ. അതായത് നമ്മൾ ഈ സൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിൻ കണ്ടന്റ് ഹീലിയമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഹീലിയോൺ എന്നാണ് പറയുന്നത്, ഹീലിയോൺ എന്നാണ് പറയുന്നത് സണ്ണിന് ചുറ്റും കറങ്ങുമ്പോൾ. നേരെ മറിച്ച് എർത്തിന് ചുറ്റും കറങ്ങുകയാണെങ്കിൽ എർത്തിന് നമ്മൾ ജിയോ എന്നല്ലേ പറയുക, ജിയോ. അപ്പോൾ എന്താ, എർത്തിന് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റ്സിൻ്റെ ക്ലോസസ്റ്റ് പൊസിഷൻ പെരിജി എന്നും ഫാർദസ്റ്റ് പൊസിഷൻ അപ്പോജി എന്നുമാണ് പറയുക. ഓക്കെ, എനിവേ ഇവിടെ സണ്ണാകുമ്പോൾ പെരിലിയോൺ ആൻഡ് അഫീലിയോൺ എന്നാണ് പറയുക. ഇവിടെ എന്താ, ഡിസ്റ്റൻസ് മാക്സിമം ആണ്, വെലോസിറ്റി മിനിമ. ഇവിടെ ആംഗുലർ മൊമെൻറ്റം കൺസേർവ് ചെയ്യുന്നതാണ്, അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇത് ഫാർദസ്റ്റ് പൊസിഷൻ R1 വിചാരിച്ചോ, ദിസ് ഈസ് ദ ക്ലോസസ്റ്റ് പൊസിഷൻ R2. അപ്പോൾ നമുക്ക് വി മാക്സ് divided by V minimum. Okay, this is equal to R1 divided by R2 പറയാം, R1 by R2. ഓക്കെ, ഇനി ഇതിന് നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, 1 plus E divided by 1 minus E. ഇതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്, ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ എക്സെൻട്രിസിറ്റി ആണ് E. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് വേറൊരു കാര്യം എന്താണെന്നറിയോ, പിന്നെ എന്താ പറയുക, ചോദിക്കാൻ സാധ്യതയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്താ, നമ്മൾ ദേ ഇവിടെ സണ്ണുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ഓക്കെ, അതുപോലെ നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ട് വരാനെടുത്ത സമയം T1 വിചാരിച്ചോളൂ, ഇവിടെ കവർ ചെയ്ത ഏരിയ A1 വിചാരിച്ചോ. ഇവിടുന്ന് ഇങ്ങോട്ട് വരാനെടുത്ത സമയം T2 എന്ന് വിചാരിച്ചോ, ഇവിടെ കവർ ചെയ്ത ഏരിയ A2 വിചാരിച്ചോ, അല്ലേ? അപ്പോൾ അതിൽ നോക്കൂ, ഈ പ്ലാനറ്റ് ഇത് ഇങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നത് സണ്ണിന് ചുറ്റും. അതിൽ if T1 equal to T2, അപ്പോഴെന്താ, ദെൻ A1 equal to A2, അതായത് ഈക്വൽ ടൈമിൽ ഈക്വൽ ഏരിയ കവർ ചെയ്യുന്നത്. ഓക്കെ, ലോ ഓഫ് ഏരിയാസ് മനസ്സിലായിട്ടുണ്ട്, അത് ഒരു കാര്യം. പിന്നെ കെപ്ലേഴ്സ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. അടുത്തത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താ? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറഞ്ഞാൽ 2 മാസസ്, ഇപ്പോൾ ഇവിടെ M1 ഉണ്ട്, പിന്നെന്താ R ഡിസ്റ്റൻസ് അകലെ ഇവിടെ M2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ദിസ് ഈസ് ഈക്വൽ ടു എന്താ, G പിന്നെന്താ M1 M2 ഡിവൈഡഡ് ബൈ R² എന്നാണ്. ഓക്കെ, അത് അട്രാക്ഷൻ മാത്രമാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ഇറ്റ്സ് വേരിയേഷൻ വിത്ത് എന്താ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എ പ്ലാനറ്റ് അല്ലെങ്കിൽ എർത്ത് G ക്യാപിറ്റൽ M ഡിവൈഡഡ് ബൈ R² എന്നാണ്. വെൻ എർത്ത് ഈസ് അസ്യൂംഡ് ടു ബി എ സ്ഫിയർ, യൂണിഫോം സ്ഫിയർ ഓഫ് മാസ്, അതിൽ M ആൻഡ് റേഡിയസ് R. ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു 4 pi ക്യാപിറ്റൽ G R rho ഡിവൈഡഡ് ബൈ 3. ഇവിടെ എന്താണോ, ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ആണത്, R rho by 3. ഓക്കെ, പിന്നെ അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ. പിന്നെ ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ വിത്ത് ഹൈറ്റ്, അതെന്താണെന്നറിയോ, ഇത് G എന്ന് പറഞ്ഞാൽ സർഫസിലുള്ളതാണ്. ഓക്കെ, 1 plus H ഡിവൈഡഡ് ബൈ R ഹോൾ സ്ക്വയർ എന്നാണ്, 1 plus H by R ഹോൾ സ്ക്വയർ അറ്റ് എ ഹൈറ്റ് H എബോവ് ദ സർഫസ് ഓഫ് എർത്ത്. നോക്കൂ, ഈ ഫോർമുല ഏത് ഹൈറ്റിനും ഉപയോഗിക്കാം. ഓക്കെ, പക്ഷേ ദിസ് ഈസ് നിയർലി ഈക്വൽ ടു എന്താ, G ഇൻറ്റു 1 minus 2H ഡിവൈഡഡ് ബൈ R. ഇതെന്താണോ, ദിസ് ക്യാൻ ബി അപ്ലൈഡ്, ഇത് ഈ പാർട്ട് ദിസ് ഈസ് വാലിഡ് ഓൺലി വെൻ H ഈസ് ലെസ് ദാൻ R. H ഈസ് ലെസ് ദാൻ R. അതായത് ഹൈറ്റ് മസ്റ്റ് ബി വെരി സ്മോൾ കമ്പയർഡ് ടു ദ റേഡിയസ് ഓഫ് എർത്ത് എന്നാണ്. ഈ റേഡിയസ് ഓഫ് എർത്ത് എത്രയാണെന്നറിയോ, ആവറേജ് റേഡിയസ് 64 ലക്ഷം മീറ്ററാണ്.
ഇനി ഒരു ഹൈറ്റ് തന്നു കഴിഞ്ഞാൽ അത് എർത്തിൻ്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആണോ അല്ലേ എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അത് നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് എന്താണെന്നറിയോ? ഇപ്പോൾ നമ്മൾ എന്താ പറയുക, പൈസയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അതായത് ഇപ്പോൾ 64 ലക്ഷം രൂപ വിലയുള്ള ഒരു സാധനമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ ഈ 64 ലക്ഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 64,10,000 രൂപ വിലയുള്ള ഒരു സാധനം 64 ലക്ഷം രൂപ നമ്മൾ കൊടുത്താൽ മതിയാവുമോ? 10,000 നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അയാൾ അത് കുറച്ച് തരാൻ സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോഴെന്താ, 64 ലക്ഷം വരെയുള്ള സാധനത്തിന് 10,000 നമുക്ക് കുറച്ച് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കമ്പയർ ടു 64 ലക്ഷം 10,000 ഈസ് വെരി സ്മോൾ, ഇറ്റ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. അങ്ങനെയുള്ള ഹൈറ്റ് ആണെങ്കിൽ എന്താ, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. സർഫസിലാണ് മാക്സിമം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മേലോട്ട് പോകുന്നതോറും കുറയുക, സർഫസിൽ നിന്ന് താഴോട്ട് പോകുന്നതോറും കുറയുക. എന്താ, സെൻറ്ററിലെത്തുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് എന്താ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ്. ഇനി ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, അതെന്താ, അത് ജി വിത്ത് സഫിക്സ് എച്ച് മൈനസ് ജി ഓൺ ദി സർഫസ്. ഇത് -2 പിന്നെന്താ ജി എച്ച് എന്നാ വരിക, -2 ജി എച്ച് ഡിവൈഡഡ് ബൈ ആർ എന്ന് കൊടുത്തോളൂ, -2 ജി എച്ച് ബൈ ആർ. ഓക്കെ, അപ്പോൾ അതിൽ ഡെൽറ്റ ജി ഡിവൈഡഡ് ബൈ ജി പറഞ്ഞാൽ ഫ്രാക്ഷണൽ ചേഞ്ച് ആണ്. ദിസ് ഈസ് -2 എച്ച് ഡിവൈഡഡ് ബൈ ആർ വരും. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച്. ഇത് മേലോട്ട് പോകുമ്പോഴുള്ള വേരിയേഷനാണ്. ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത്, ഡി ഡെപ്തിൽ, എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഡി ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറഞ്ഞാൽ 1 - d ബൈ ആർ എന്നാണ്. താഴോട്ട് പോകുന്തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഈ സെൻറ്ററിൽ, എർത്തിൻ്റെ സെൻറ്ററിൽ എന്താ, ഈ ഡെപ്ത് എന്ന് പറഞ്ഞാൽ റേഡിയസിന് ഈക്വൽ ആണ്. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്ത് 0 എന്ന് വരും. ഓക്കെ, ഇനി ഡെൽറ്റ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് -g. ദിസ് ഈസ് ഈക്വൽ ടു -d ഉണ്ട്, പിന്നെന്താ ജി ഉണ്ട്, ആർ ഉണ്ട്. ഓക്കെ, പിന്നെ എന്താ, ദിസ് ഈസ് ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. അപ്പോൾ നമുക്ക് ഡെൽറ്റ ജി ഡിവൈഡഡ് ബൈ ജി ഫ്രാക്ഷണൽ ചേഞ്ച് ആ, ദിസ് ഈസ് ഈക്വൽ ടു -d ബൈ ആർ. ഇവിടെയും ഫ്രാക്ഷണൽ ചേഞ്ചിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച്. പക്ഷേ ഇവിടെ ഒരു വിശേഷം എന്താണെന്നറിയോ, ഈ ഫോർമുല ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഏത് ഡെപ്തിനും പറ്റും, അപ്രോക്സിമേഷനൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഹൈറ്റിൻ്റെ കാര്യത്തിൽ നോക്കൂ, ഇത് ഏത് ഹൈറ്റിനും പറ്റും. പക്ഷേ ഈ രണ്ടാമത് എന്താ, ദിസ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി വെൻ ദ ഹൈറ്റ് ഈസ് മച്ച് സ്മോളർ ദാൻ ദ റേഡിയസ് ഓഫ് എർത്ത്. ഓക്കെ, അത് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് എന്താ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പിന്നെ എന്താ, 2 മാസസ് ഉണ്ട് എന്ന് വിചാരിച്ചോ. ദിസ് ഈസ് മാസ് m1, ഓക്കെ, ആൻഡ് ദിസ് ഈസ് മാസ് m2. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ -g പിന്നെന്താ m1 m2 ഡിവൈഡഡ് ബൈ r ആണ്. -m1 m2 ഡിവൈഡ് ബൈ r ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. പിന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കാം. ഇനി നമ്മൾ എർത്ത് ഇപ്പോൾ ഒരു സ്ഫിയർ ആണ്. ഓക്കെ, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്, ക്യാപിറ്റൽ R. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൽ നമ്മളൊരു ബോഡി, സപ്പോസ് എ ബോഡി ഓഫ് മാസ് സ്മോൾ എം, ഇതിൻ്റെ മാസ് ക്യാപിറ്റൽ M ആണ് കേട്ടോ. എ ബോഡി ഓഫ് മാസ് സ്മോൾ എം ഈസ് ലിഫ്റ്റഡ് ഫ്രം, നോക്കൂ, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് R1 ഡിസ്റ്റൻസ് അകലെയെന്ന് R2 ഡിസ്റ്റൻസ് അകലേക്ക് ഒരു ബോഡി സ്മോൾ എമ്മിനെ നമ്മൾ കൊണ്ടുപോയി. ഓക്കെ, സ്മോൾ എം മാസിനെ നമ്മൾ R1 ഡിസ്റ്റൻസിൽ നിന്ന് R2 ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ എന്താ, ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ജി ക്യാപിറ്റൽ എം സ്മോൾ എം പിന്നെന്താ 1/R1 - 1/R2 ആ, 1/R1 - 1/R2. ഓക്കെ, ഇനി സപ്പോസ് എ ബോഡി ഈസ് ലിഫ്റ്റഡ് ഫ്രം, ഓക്കെ, ലിഫ്റ്റഡ് ഫ്രം സർഫസ്, എന്താ, എർത്തിൻ്റെ സർഫസിൽ നിന്ന് സർഫസ് ടു a height. Okay, a body is lifted from the surface to height h. Okay, a body is lifted from the surface to a height h. എർത്തിൻ്റെ സർഫസിൽ നിന്ന് h ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ ചേഞ്ച് ഇൻ ഓർ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം സ്മോൾ എം എച്ച് പിന്നെന്താ R × R+h എന്നാണ്, R × R+h. Okay, this is the increase in potential energy and this is also equal to mgh divided by 1 + h divided by r, 1 + h by r. This is also true for any height above the surface of earth.
ഓക്കെ. അപ്പോൾ എച്ച് ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്താൽ ഉണ്ടാവുന്ന ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണിത്. ഓക്കെ. ഇനി അവിടെ ഈ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ സപ്പോസ് എച്ച് ഈസ് ലെസ് ദാൻ ആർ. അപ്പോൾ ഈ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഡെൽറ്റ യു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എം ജി എച്ച് എന്ന് മാത്രം വരും. അത് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അതിൽ പൊട്ടൻഷ്യൽ എനർജി. പിന്നെ അടുത്തത് എസ്കേപ്പ് വെലോസിറ്റിയാണ്. എസ്കേപ്പ് വെലോസിറ്റി പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി. സെക്കൻഡ് കോസ്മിക് വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. അതിൽ ഈ എസ്കേപ്പ് വെലോസിറ്റി വി ഈക്വൽ ടു എന്താ റൂട്ട് ഓഫ് 2 ഉണ്ട്, ക്യാപിറ്റൽ ജി ഉണ്ട്, ക്യാപിറ്റൽ എം ഉണ്ട്, ഡിവൈഡ് ബൈ ആർ ഉണ്ട്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്നാണ്. അതായത് നമ്മൾ 45 ഡിഗ്രിയിൽ എറിഞ്ഞാലും 30 ഡിഗ്രിയിൽ എറിഞ്ഞാലും 20 ഡിഗ്രി ഏത് ആംഗിളിൽ എറിഞ്ഞാലും എസ്കേപ്പ് വെലോസിറ്റിക്ക് ഒറ്റ വാല്യൂ ഉള്ളൂ. മനസ്സിലായില്ലേ? ആൻഡ് ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് റൂട്ട് ഓഫ് 2gr. ഓക്കെ. ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് എന്താ ഇത് 11.2 km/s. എർത്തിൻ്റെ സർഫസിൽ നിന്ന് മാത്രം കേട്ടോ. മാത്രമല്ല ഈ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ഓൾസോ ദ മാസ് ഓഫ് ദ ബോഡി പ്രൊജക്റ്റഡ്. ഏത് ബോഡി എറിയുകയാണെങ്കിലും ഏത് മാസ് എറിയുകയാണെങ്കിലും എന്താ എസ്കേപ്പ് വെലോസിറ്റി സെയിം ആവും ഫ്രം ദ സർഫസ് ഓഫ് എ പ്ലാനറ്റ്. പിന്നെ അടുത്ത് എന്താണെന്നറിയോ? ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ്. ഓർബിറ്റൽ വെലോസിറ്റി വി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ വി ഒ പറഞ്ഞോളൂ. ഓക്കെ. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് എന്നാണ്. ആർ പ്ലസ് എച്ച്. ഓക്കെ. ആർ പ്ലസ് എച്ച്. ആർ പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ് around which the satellite is revolving. H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി സാറ്റലൈറ്റ്. അതിൽ സപ്പോസ് ദ സാറ്റലൈറ്റ് ഈസ് റിവോൾവിംഗ് വെരി ക്ലോസ് ടു ദ സർഫസ് ഓഫ് ദി പ്ലാനറ്റ്. പ്ലാനറ്റിനോട് വളരെ അടുത്താണ് വിചാരിക്കുക. അപ്പോൾ എച്ച് ഈസ് ലെസ് ദാൻ ആർ എന്നാണ്. അപ്പോൾ നമ്മൾ എന്താ വി ഒ ഇതെന്താ ഈ ഓർബിറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ സർഫസ് ഓഫ് ദി പ്ലാനറ്റ്. ആ ഓർബിറ്റിനെ മിനിമം ഓർബിറ്റ് എന്നാണ് പറയുക. അതിലൂടെ കറങ്ങുന്ന സ്പീഡ് ഈസ് ദ മാക്സിമം സ്പീഡ് വിത്ത് വിച്ച് ദ സാറ്റലൈറ്റ് ക്യാൻ റിവോൾവ് അറൌണ്ട് ദാറ്റ് പർട്ടിക്കുലർ പ്ലാനറ്റ്. ആ സ്പീഡിനെ നമ്മൾ പറയുക ഫസ്റ്റ് കോസ്മിക് സ്പീഡ് എന്നാണ്. പ്ലാനറ്റിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന മാക്സിമം സ്പീഡിന് ഫസ്റ്റ് കോസ്മിക് സ്പീഡ്. ആ പ്ലാനറ്റിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റിയെ സെക്കൻഡ് കോസ്മിക് സ്പീഡ് അങ്ങനെ പറയുക. അപ്പോൾ ഈ വി ഒ ഫസ്റ്റ് കോസ്മിക് സ്പീഡ് ഇത് റൂട്ട് ജി ആർ എന്ന് വരും. ഓക്കെ. അപ്പോൾ ഈ എസ്കേപ്പ് വെലോസിറ്റി വി ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു എന്താ വി ഒ. അതായത് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി ഈസ് റൂട്ട് 2 ടൈംസ് ദ ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്നാണ്. ഓക്കെ. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് അത്രേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. ഇനിയിപ്പോൾ എന്താണെന്നറിയോ? നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിയിൽ ഒരു ബോഡി എറിഞ്ഞാൽ അത് തിരിച്ചു വരില്ല. പക്ഷേ ഇഫ് എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി ലെസ് ദാൻ ദ എസ്കേപ്പ് വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കുറഞ്ഞ വെലോസിറ്റിയിൽ എറിഞ്ഞു വിചാരിക്കുക. അപ്പോൾ എന്താണെന്നറിയാം? അപ്പോൾ അത് തിരിച്ചു വരും. അപ്പോൾ സപ്പോസ് നമ്മൾ എറിഞ്ഞ വെലോസിറ്റി വി ഈക്വൽ ടു കെ വി ഇ വിചാരിച്ചോ. കെ വി ഇ അതിൽ ആ കെ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ 1/2 1/3 0.2 0.3 അങ്ങനെ എന്തെങ്കിലും ആണ്. ലെസ് ദാൻ 1 വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഹൈറ്റിലെത്തിയിട്ട് തിരിച്ചു വരിക ചെയ്യുക. അപ്പോൾ എത്തുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ k² r ഡിവൈഡഡ് ബൈ 1 - k² എന്നാണ് കേട്ടോ. k² r/1 - k². ഇപ്പോൾ സപ്പോസ് ഈ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് ഹാഫ് ദി എസ്കേപ്പ് വെലോസിറ്റി. ഹാഫ് ദി എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ k² എത്ര വരും? 1/4 വരും. ഓക്കെ. 1/4. പിന്നെ എന്താ 1 - 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 വരും. ഓക്കെ. പിന്നെ ഇവിടെ 6 വരും. അപ്പോൾ ഇത് ചെയ്താൽ എന്താ കിട്ടുക? ഇത് ചെയ്ത് കഴിഞ്ഞാൽ 6/3 എന്ന് വരും. അതായത് ഹാഫ് ദ എസ്കേപ്പ് വെലോസിറ്റിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്റിൻ്റെ റേഡിയസിൻ്റെ 1/3 ഹൈറ്റിലേക്ക് പോയിട്ട് തിരിച്ചു വരും. ഓക്കെ.